നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ വിടുതൽ സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം ചില പ്രവാചകന്മാരെ നിന്റെ അടുക്കൽ അയക്കും. നിന്റെ സ്ഥിതി മാറ്റുവാൻ, നിന്നെ തിരഞ്ഞെടുക്കുവാൻ, നിന്നെ അടുത്ത ഒരു അനോയിന്റിങ് ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു ശമൂവേൽ പ്രവാചകനെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് ഉണ്ടാകുന്നതിന് മുമ്പ്, ശൗൽ ഉണ്ടാകുന്നതിന് മുമ്പ്, ക്രിസ്തു പുറത്തു വരുന്നതിന് മുമ്പ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവ് ആദ്യം ചെയ്തത് ഒരു ശമൂവേലിനെ പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ശമൂവേല് പുറത്ത് വന്നതിന് ശേഷമാണ് ദാവീദ് പുറത്തു വന്നത്. രാജാക്കന്മാരെ പുറത്തു കൊണ്ടുവരുവാൻ, പ്രവാചകന്മാരെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോവുക. ഇതിനകത്തു നിന്ന് ചില ശമൂവേൽ പ്രവാചകന്മാരെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഒരു അന്ത്യകാല ശുശ്രൂഷ, റിവൈവൽ ഇന്ത്യയിൽ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെടുവിക്കും. പക്ഷെ ഉണർവ് സംഭവിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളിൽ ചിലരെ ശമൂവേൽ പ്രവാചകനെ പോലെ ദൈവം പുറത്തെടുക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ആലോചന നിവർത്തീകരിക്കുന്ന ദൂതുവാഹികളായി, ഹല്ലേലൂയ, ദാൻ മുതൽ ബർശേബ വരെ മാറാത്ത ദൂതുമായി ചലിക്കുന്ന ചില പ്രവാചകന്മാരെ, എന്നാൽ പ്രവാചകൻ പുറത്തു വരുന്നതിന് വേണ്ടി ചില ഹന്നമാരെ ദൈവം പുറത്തു കൊണ്ട് ഒരു കരയുന്ന, പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. ചിലർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, എലിസബത്ത് ഹന്നയൊക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, മറിയ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തിനകത്തു നിന്ന് ചില പ്രവാചകന്മാർ ഇറങ്ങി വന്നു. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ നാളെ ഒരു സീസൺ, പ്രയറിന്റെ സീസണാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന, മടുത്തുപോകാത്ത പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടെങ്കിൽ ആ പ്രാർത്ഥിക്കുന്നവന്റെ അകത്തുനിന്ന് ചില ശമൂവേൽ പ്രവാചകന്മാർ പുറത്തു വരാൻ പോകുന്നു. ആ പ്രവാചകന്മാർ ചില രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ തലമുറ ഒരു ശമൂവേലായി പുറത്തു വരണം. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നിന്റെ ജീവിതത്തിൽ ഒരു പ്രയർ അനോയിന്റിങ് റിലീസാകുമ്പോൾ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്നിൽ നിന്നും ചില ശമൂവേൽ പ്രവാചകന്മാർ പുറത്തു വരും. ശമൂവേൽ പുറത്തു വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കത്തില്ല. കാട്ടിനകത്ത് കിടക്കുന്ന ചിലതിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കാൻ, ഹല്ലേലൂയ ജീസസ്, ആർക്കും വേണ്ടാത്ത ചിലതിനെയൊക്കെ രാജകീയ അഭിഷേകത്താൽ നിറച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവാത്മാവ് നിന്നെയും നിന്റെ കുടുംബത്തെ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവം പറയുന്നു, എനിക്ക് ചിലരെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അവരിലൂടെ എന്റെ പവർ റിലീസ് ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി, പവർ, ഡൈനാമിക്സ് പവർ, അത് ചലിക്കാൻ ഒരാൾ വേണം. അത് കൊണ്ടു നടക്കാൻ ഒരാൾ വേണം. അത് മൂവ് ചെയ്യാൻ, കൊണ്ട് നടന്ന് ക്യാരി ചെയ്യാൻ ഒരാൾ വേണം ദൈവത്തിന്. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ശരീരം അതിനു വേണ്ടി വിട്ടുകൊടുക്കാൻ നീ തയ്യാറാണോ? ദൈവത്തിന്റെ പവർ, കർത്താവിന് ഭയങ്കര ആഗ്രഹമാണ് ഇലക്ട്രിക് പവർ. നിന്റെ ശരീരത്തിൽ ആ ഇലക്ട്രിക് പവർ അടിക്കും. ഇലക്ട്രിക് പവർ നിന്നെ തൊടുമ്പോൾ, അതായത് ദൈവത്തിന്റെ ശക്തി, ഈ ലോകത്തിന്റെ ഇലക്ട്രിക് പവർ അല്ല, കർത്താവിന്റെ ശക്തി നിന്നിൽ വരുമ്പോൾ നിന്റെ ബോഡിയിൽ ഒരു ഇലക്ട്രിക് പവർ, കറണ്ട് വന്ന് അടിക്കുന്നത് പോലെ അത് അടിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിൽ രോഗം നിൽക്കത്തില്ല, ദുരാത്മാവ് നിൽക്കത്തില്ല, ശാപങ്ങൾ നിൽക്കത്തില്ല. നിന്റെ ഹിസ്റ്ററിയെ മാറിപ്പോകും, നിന്റെ സ്വഭാവം വരെ മാറിപ്പോകും. നിനക്ക് പിന്നെ ഈ ലോകത്തിന്റെ ചപ്പും ചവറും കൊത്തി തിന്നുകൊണ്ട് നടക്കാൻ തോന്നത്തേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിന്റെ ജീവിതം മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ ശരീരം ദൈവത്തിന്റെ ശക്തിയെ ചലിപ്പിക്കുന്ന, അത് കൊണ്ടു നടക്കുന്ന, അതിനെ റിലീസ് ചെയ്യുന്ന ഒരു ചാലകമായി ഞാൻ മാറണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത, കർത്താവായ യേശു ഒരു പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അതേപോലെ ക്രൈസ്റ്റ് അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ബോഡിക്കകത്ത് ക്രൈസ്റ്റ് ഒളിച്ചിരിക്കുക, ഡിവൈനിറ്റി. ഹല്ലേലൂയ. ഒരു ആത്മീക ശക്തി. ഹല്ലേലൂയ. ഒരേ സമയം പൂർണ്ണ മനുഷ്യനാണ്, അതേ മറ്റൊരു സമയത്ത് അതേ പൂർണ്ണ സ്പിരിച്വൽ മാനാണ്. ഹല്ലേലൂയ. ഈ ദൈവശക്തി നിന്നിൽ വന്നാൽ, നീ ഉറങ്ങുകയാണെങ്കിലും, നീ ഇനി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും, നിന്റെ ജഡം ഇനി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, ഈ ദൈവശക്തി നിന്നിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കും.
ഹല്ലേലൂയ. ആ ദൈവശക്തിക്ക് ഒരു ചാലകം ആവശ്യമാണ്. നിന്റെ ശരീരമാണ്. നിന്റെ ജഡത്തിൽ നീ ബലഹീനനായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ ശക്തി നിന്നിൽ വന്നാൽ അത് നിന്റെ വായിലൂടെ, നാവിലൂടെ, കണ്ണിലൂടെ, കരങ്ങളിലൂടെ, നിന്റെ നിഴലിലൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയാ, പത്രോസ് എന്ത് ചെയ്തു? ആ നിഴല് തട്ടി രോഗികൾ സൗഖ്യമായി. ഹാലേൽ. പൗലോസിന്റെ റൂമാലുകൾ എടുത്തിട്ടപ്പോൾ അത്ഭുതം നടന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ കർത്താവ് പോലും അറിഞ്ഞില്ല. അത് പറയുന്നത് കർത്താവ് പോലും അറിഞ്ഞില്ല. എന്ത് ചെയ്യാ? ആ തൊങ്ങലിൽ നിന്നും ദൈവശക്തി ഈ സ്ത്രീയിൽ. ഇതെങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത്? ആ സ്ത്രീ എങ്ങനെയാണ് ഈ ദൈവശക്തി പ്രാപിച്ചത്? ഈ ശക്തി പ്രാപിക്കാനും മാറാനും ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാകണം. ഈ ശക്തി എപ്പോഴും ഉണ്ട്. എല്ലാ ഭാഷന്മാരുടെ ഉണ്ട്, എല്ലാ അനോയിന്റിങ് പ്രാപിച്ച എല്ലാവരിലും ഈ ദൈവശക്തി ഉണ്ട്. പക്ഷെ ആ ദൈവശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റണമെന്നില്ല. അനുഭവിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസത്താലാണ് ഈ ദൈവശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഇത്രയോ പുരുഷാരം ആ യേശുക്രിസ്തുവിന്റെ തൊട്ടുരുമി നടന്നിട്ട് അവരാരും അനുഭവിച്ചില്ലല്ലോ. ഒരാലയത്തിനകത്ത് 1000 പേരല്ല, ഇനി 1,00,000 പേര് വന്നിരുന്നാലും ഈ വിശ്വാസത്തോടെ പിടിച്ചെടുക്കുന്ന ചിലരുണ്ട്. കാന്തം പോലെയുള്ള ആൾക്കാർ. ചില ആൾക്കാർ മാഗ്നറ്റാണ്. അവര് അടുത്തോടെ പോകുന്നതിനെല്ലാം ചെയ്യും, ആ ഇരുമ്പിനെല്ലാം പിടിച്ചങ്ങെടുക്കും. അപ്പോ നമ്മൾ ആരാധനയ്ക്ക് വന്നിരുന്നതിന് കാര്യമില്ല. ആരാധിക്കുമ്പോൾ കണ്ണും തുറന്ന് നോക്കി നിന്നുകൊണ്ടോ, അല്ലെങ്കിൽ ഇത് സംശയ വിചാരത്തോടെ ഇരിക്കുന്നവർക്കന്നും ഇനി എത്ര ബെന്നിഹീൻ ഇവിടെ വന്നാലും, കർത്താവ് നേരിട്ട് ഇറങ്ങി വന്നാലും, കർത്താവ് നേരിട്ട് ഇറങ്ങി നടക്കുകയാണ് പുരുഷാരത്തിന്റെ നടുവിൽ. ഇത്രയും പുരുഷാരമുണ്ട്. അവരാരും ചിന്തിക്കുന്നില്ല. അവര് പുരുഷാരം നടക്കുന്നത് അപ്പം കിട്ടാനും, ഇപ്പൊ കൂടെ നടന്നു കഴിഞ്ഞാൽ 12 കൊട്ട നിറച്ച അപ്പം എടുത്തു തരും. ഇതിനു വേണ്ടി നടക്കുന്ന കുറെ എണ്ണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു സ്ത്രീ മാത്രം വീട്ടിനകത്തിരുന്ന് രക്ഷകനെ എനിക്ക് കാണണം. ആ ദൈവശക്തി എന്നെ തൊട്ടാൽ എൻ്റെ രോഗം മാറും. യേശു കർത്താവ് ഒരു മനുഷ്യനല്ല. ആ കർത്താവിനകത്തൊരു ക്രൈസ്റ്റ് ഉണ്ട്, ഒരു ഡിവൈനിറ്റി, ഒരു പവറുണ്ട്. ആത്മീക മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നിഴല് തട്ടിയാൽ ഞാൻ സൗഖ്യമാകും. അദ്ദേഹത്തിനെ ഒന്ന് തൊട്ടാൽ എനിക്ക് ഒരു ഇലക്ട്രിക് പവർ എന്നെ അടിക്കും. അപ്പോൾ ഞാൻ സൗഖ്യമാകും. ഈ വിശ്വാസം ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നടുവിലൂടെ യേശു പോകുമ്പോൾ അവർക്ക് ആർക്കും ഇല്ലാത്ത വിശ്വാസം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ അവളെ പ്രേരിപ്പിച്ചു. ആ ജനങ്ങളുടെ ഇടയിലൂടെ ഓടിച്ചെന്ന് കർത്താവിനെ തൊട്ടത് വിശ്വാസമില്ലാതായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല. പക്ഷെ ആഗ്രഹത്തോടെ, ദാഹത്തോടെ ഓടിച്ചെന്ന് തൊട്ടപ്പോൾ ഒരു ഇലക്ട്രിക് പവർ, ഒരൊറ്റയടി. ഹല്ലേലൂയ. ആ ഇലക്ട്രിക് പവർ അടിച്ചപ്പോൾ തന്നെ അവളുടെ ആ ശരീരത്തിലുള്ള പൈശാചിക ബന്ധനം, ദുരാത്മാവ് അഴിഞ്ഞു മാറി അവൾ സൗഖ്യമായി, സ്വസ്ഥയായി എന്നതുപോലെ ഇന്ന് ഇതിനകത്തിരിക്കുമ്പോൾ ആത്മാവിനോട് പറയുകയാണ്, ഇടിമിന്നൽ പോലെ ദൈവത്തിന്റെ മഹത്വം ഇതിനകത്തിറങ്ങി ചലിക്കുമ്പോൾ, ഈ ജനങ്ങളുടെ ഇടയിലൂടെ മിന്നൽ പിണർ ചലിക്കുന്നത് പോലെ ദൈവശക്തി നീ ഇരിക്കുന്ന സ്ഥലത്ത്, നീ ഏത് കസേരയിൽ ഇരുന്നാലും, ഏത് തൂണിന്റെ മറവിലിരുന്നാലും, നിന്റെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവശക്തി നിന്റെ ഈ ജനത്തിന്റെ ഇടയിലൂടെ മിന്നൽ പിണര് പോലെ വന്ന് നിന്നെ ടച്ച് ചെയ്യാൻ പോവുകയാണ്, നിന്നെ സ്പർശിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചിലരെ പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ. വിശ്വാസത്തോടെ കാന്തം വലിച്ചെടുക്കുന്നത് പോലെ ചിലർ ആ ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവശക്തിയെ യേശുവിന്റെ നാമത്തില് വിശ്വാസത്തോടെ, ഹല്ലേലൂയ, ചിലര് പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി, ഒരു ഇലക്ട്രിക് പവർ നിന്റെ ശരീരത്തിലൂടെ ഉള്ള കാല് മുതൽ ഉച്ചതല വരെ അത് വ്യാപരിക്കുവാൻ വലിച്ചെടുക്കുന്ന ചില മാഗ്നറ്റുകൾ. Yes, please receive the power. Receive the power. Receive the power. Receive the power. Yes. ചിലരുടെ ശരീരം ദൈവത്തിന്റെ ചാലകമായി, നിന്റെ ശരീരം ദൈവത്തിന്റെ ഒരു ചാലകമായി മാറുവാൻ. യെസ്, നിന്റെ ബോഡി ദൈവശക്തിയെ റിസീവ് ചെയ്യുന്ന ഒരു ചാലകമായി മാറുവാൻ വിശ്വാസത്തോടെ ആ
ദൈവശക്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ നമുക്ക് എന്തും സംഭവിക്കാം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചലിക്കുന്നതാണ് ആത്മലോകം. വിശ്വാസമില്ലാതെ എത്ര നൂറ്റാണ്ട് വേണമെങ്കിലും ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റും. പക്ഷെ വിശ്വാസമുള്ളവൻ രാവിലെ വന്നിരിക്കും, ഉച്ചയ്ക്ക് അവൻ സ്റ്റേജിൽ കയറും. ഹല്ലേലൂയ. അവന്റെ ചരിത്രം പെട്ടെന്നായി മാറുന്നത്, പെട്ടെന്ന് മാറും. ചിലർ പെട്ടെന്ന് അവരുടെ ജീവിതങ്ങൾ മാറും. ചിലർ വർഷങ്ങളോളം വന്നിരുന്നിട്ട് അതുപോലെ പോകും. അത് അവരുടെ ഫെയ്ത്തിന്റെ അളവാണ്. നിന്റെ ഹൃദയത്തിനകത്ത് എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രത്തോളം ദൈവരാജ്യത്തിന് നീ പ്രയോജനമുള്ള വ്യക്തിയായി മാറും. അത് വേഗത്തിൽ സംഭവിക്കും. അത് നിന്റെ ഹൃദയത്തിന്റെ സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. നിന്റെ ഹൃദയത്തിൽ നീ എത്രത്തോളം വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നു അത്രത്തോളം സംഭവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. നിന്റെ ജീവിതത്തിന്റെ തലവരകളെ മാറ്റുന്ന, നിന്റെ ഹിസ്റ്ററിയെ ചേഞ്ച് ചെയ്യുന്ന ആ ദൈവത്തിന്റെ മഹത്വം, നിന്നെ ഡെസ്റ്റിനിയിൽ എത്തിക്കുന്ന, നിന്റെ ദൈവം നിന്നെ വിളിച്ച് ഇറക്കി നിന്നോട് പറയുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൂതുകളും നിന്റെ ലൈഫിൽ നിറവേറി നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു വചനം വായി, മത്തായി 2:1. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവ് രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ച് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി. അവിടെ കാണാൻ സാധിക്കുന്നത് ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലം. ഹല്ലേലൂയ. കർത്താവായ ഒരു കൊച്ചു പട്ടണമാണ് അപ്പത്തിന്റെ ഭവനം എന്നറിയപ്പെടുന്ന ബെത്ലഹേം. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. ഹല്ലേലൂയ. കർത്താവിന് ജനിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നേരത്തെ തന്നെ ഒരുക്കി വെച്ച സ്ഥലം. നമ്മൾ ചിന്തിക്കും പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഇതിനെക്കുറിച്ച് എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ബെത്ലഹേമിനെ കുറിച്ച്. ഹല്ലേലൂയ. നേരത്തെ തന്നെ ദൈവം ആ പട്ടണത്തെ അതിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിന്നെയും ദൈവം ഇന്ന് പകൽ ചിലതിനു വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും നാട്ടുകാരും നിന്റെ അടുത്തിരിക്കുന്നവർ വരെ കളിയാക്കി പുച്ഛിച്ച് പരിഹസിച്ച് നിന്റെ ഇപ്പോഴത്തെ സ്വഭാവവും പെരുമാറ്റവും പ്രവൃത്തിയും കണ്ടാൽ ലോകത്തൊരു മനുഷ്യനെ നിന്നെ നോക്കി ഒരു നല്ല ദൂത് പറയത്തില്ലായിരിക്കാം. പക്ഷേ ദൈവം നിന്നെ എന്തിനോ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. നിന്റെ സിറ്റുവേഷൻ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. നിന്നെ ദൈവം ഒരുക്കാൻ പോകുന്നു വലിയ ഒരു പദ്ധതിക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ജനിച്ച ഈ ബെത്ലഹേം എന്ന് പറയുന്ന ഈ സ്ഥലം ഇന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായി നമ്മൾ അത് കാണുന്നു. ഹല്ലേലൂയ. യേശു ജനിച്ചത് കൊണ്ട് മാത്രം ഇന്ന് ലോകം മുഴുവനും ആ സ്ഥലത്ത് നിന്ന്, ലോക രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ അവിടെ ചെല്ലുന്നു. നമ്മുടെ സഹോദരൻ ഷിജു ഒക്കെ ഇവിടുന്ന് ടീമായിട്ടൊക്കെ അവിടെ കൊണ്ടുപോയി ബെത്ലഹേമിനെ കുറിച്ചും അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായി പ്രസംഗിക്കും. അവിടെ കൊണ്ടുവന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അത്രയും വലിയ പ്രസിദ്ധിയുള്ള ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി ഈ ബെത്ലഹേം മാറിയത് കർത്താവ് ജനിച്ചതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ ബെത്ലഹേമിന് മറ്റൊരു ചരിത്രം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ആ ഒരു വലിയ ചരിത്രം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് രൂത്തിന്റെ പുസ്തകം 1:1 അവിടെ വായിക്കുമ്പോൾ അവിടെ ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ക്ഷാമം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ബെത്ലഹേമിനകത്ത് ക്ഷാമമുള്ള അപ്പത്തിന്റെ ഭവനം എന്ന പേര്. പക്ഷെ ആ ബെത്ലഹേം ഒരിക്കൽ ഒരു കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ച ഒരു സ്ഥലമാണ്. ആ ഭവനത്തിന് ആ ദേശത്ത് നിന്ന് നവോമി തന്റെ ഭർത്താവിനെയും മക്കളെയും കൊണ്ട് ബെത്ലഹേമിലെ ക്ഷാമകാലമായപ്പോൾ മോവാബിലേക്ക് ഓടിപ്പോയി. അവിടെ വെച്ച് തന്റെ ഭർത്താവും മക്കളും ഒക്കെ നഷ്ടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് വിലപിച്ച് തിരിച്ചു മടങ്ങി വന്ന ഒരു സ്ഥലമാണ് ബെത്ലഹേം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ദൈവം അതിലൊരു പ്രത്യേകത കണ്ടു. മടങ്ങി വന്നപ്പോൾ ഒരു ശാപഗ്രസ്തയായ ഒരു മോവാബിയ സ്ത്രീയും കൊണ്ടാണ് വന്നത്. പക്ഷെ അവളുടെ ഹൃദയത്തിനകത്ത്, അവളുടെ ചിന്താഗതികൾക്കകത്ത് മറ്റുള്ള മോവാബിയരെ പോലെയല്ല. ആ ദേശത്തെക്കുറിച്ച് നവോമിയെക്കാളും വലിയൊരു ദർശനം അവൾക്കുണ്ടായിരുന്നു. ഇത് ദൈവത്തിന്റെ ദേശമാണ്, ഈ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണെന്ന് രൂത്തിന്റെ ഹൃദയത്തിനകത്തൊരു വെളിപ്പാടുണ്ടായിരുന്നു. ഹല്ലേലൂയ.
ഒരിക്കൽ ശാപം പിടിച്ച ക്ഷാമകാലമായി ഒരു ഫാമിലിയെ മുഴുവൻ നശിപ്പിച്ച മരണത്തിന്റെ സ്ഥലമായിരുന്നു ബെത്ലഹേം. മറ്റൊരു പ്രത്യേകതയുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 35-19 വാക്യം ഒന്ന് വായിച്ചാട്ടെ. റാഹേൽ മരിച്ചിട്ട് അവളെ ബെത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. ഹല്ലേലൂയ. റാഹേൽ മരിച്ച സ്ഥലം. താന്റെ ഭയങ്കര ഒരു ദർശനമുള്ളവളായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു. യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായി ലേയയും റാഹേലും അവർ രണ്ടുപേരും ഇസ്രായേൽ ജനത്തിന്റെ ഗൃഹം പണിയുന്ന രണ്ട് സ്ത്രീകളായി മാറി. 12 ഗോത്രങ്ങൾ അവരിൽ നിന്ന് പുറത്തു വരികയാണ്. പക്ഷെ റാഹേലിന് ഒരു പ്രത്യേകതയുണ്ട്. താന് തന്റെ യാക്കോബും ഇവർ ഒരുമിച്ച് ലാബാന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടപ്പോൾ സ്വന്തം അപ്പന്റെ ഭവനത്തിലിരുന്ന വിഗ്രഹത്തെ എന്ത് ചെയ്തു? റാഹേൽ മോഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോഷ്ടിച്ചുകൊണ്ട് വരികയാണ്. വന്ന വഴിക്ക് ലാബാൻ ഓടി വന്ന് പിന്തുടർന്ന് യാക്കോബിനെയും ഈ റാഹേലിനെയും പിടിച്ചു. വരുന്ന വഴിയിൽ തന്നെ ദൈവം പറഞ്ഞു, എന്റെ അഭിഷിക്തന് വിരോധമായി ഒരു വാക്ക് പോലും നീ പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ലാബാനോട് ദൈവം പറഞ്ഞു, നീ പോകുന്നത് കൊള്ളാം, നിന്റെ കൂടെ സൈന്യമൊക്കെ ഉണ്ട്, പക്ഷേ നീ ചെല്ലാൻ പോകുന്നതും തൊടാൻ പോകുന്നതും വാഗ്ദത്തമുള്ള ഒരു ദൈവത്തിന്റെ അഭിഷിക്തനെയാണ്. നീ അവനോടും ദോഷമായി ഒന്നും സംസാരിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ അവിടെ ചെന്നു. ഈ ദൈവിക ദർശനം തന്റെ യാക്കോബിനോട് പറഞ്ഞു, നിന്റെ ദൈവം ഇന്നലെ രാത്രി എന്റെ അടുത്ത് വന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ മിണ്ടാതിരി, അല്ലെങ്കിൽ നിന്നെ വന്ന പാടി അടിച്ചേനെ. ഹല്ലേലൂയ. കാരണം ലാബാൻ അത്ര ദേഷ്യത്തിൽ വന്ന തന്റെ വിഗ്രഹങ്ങളെയൊക്കെ മോട്ടിച്ചു, തന്റെ ആടുകളെ വരെ അടിച്ചോണ്ട് പോയി. 10-20 വർഷം ഈ പിന്നെ യാക്കോബിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി, ജോലി ചെയ്യിപ്പിച്ച്, അധ്വാനിപ്പിച്ച്, എങ്ങനെയെങ്കിലും ഇവനെ കഷ്ടപ്പെടുത്തി വർഷങ്ങളോളം ഒരു അടിമയാക്കി ഇടാമെന്നായിരുന്നു ലാബാന്റെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യാക്കോബ് ഹല്ലേലൂയ ലൂസ് എന്ന് പറയുന്ന ബേഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ദൈവത്തെ കണ്ടുമുട്ടാനിടയായവനാണ്. ഒരിക്കൽ വാഗ്ദത്തം കേട്ടവനാ, ദൂത് കേട്ടവനാ, പ്രവചനം കേട്ടവനാ. അപ്പന്റെ ഭവനത്തിന് അപ്പനെയും വഞ്ചിച്ച് ജ്യേഷ്ഠനെയും വഞ്ചിച്ച് ഇറങ്ങി ഓടി വന്നപ്പോൾ ഈ വഞ്ചനയൊക്കെ ദൈവം മറന്നിട്ട് വഞ്ചിച്ച കാര്യം ഒന്നുപോലും പറഞ്ഞില്ല ആ ബേഥേലിൽ വെച്ച്. അല്ലെങ്കിൽ നമ്മൾ നോക്കണം, ഒരു പ്രവാചകന്മാരെ ആരെങ്കിലും ആണെങ്കിൽ നമ്മളെ വീഴ്ചകളും കുറവുകളും എല്ലാം ആദ്യം പറയും. പക്ഷേ കർത്താവ് അവിടെ യാക്കോബ് വന്ന് പിന്നെ ലൂസ് എന്ന് പറയുന്ന ബേഥേലിൽ വന്ന് കിടന്നപ്പോൾ തനിക്ക് കിടക്കാൻ ഒരു സ്ഥലമില്ല. നോക്കിയപ്പോൾ ഒരു കല്ല് കിടക്കുന്നു, ആ കല്ലിനെ തലയണയാക്കി അങ്ങ് വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ എത്ര വലിയ ഭാരമുള്ള വിഷയത്തെയും നിനക്ക് വേണമെങ്കിൽ ഭാരത്തോടെ കൂടെ കൊണ്ട് നടക്കാം. പക്ഷേ അതിന് നിനക്ക് ഒരു ആശ്വാസം കണ്ടെത്താനും പറ്റും. ആ തലയണയാക്കി ആ കല്ലിനെ ഒരു തലയണയാക്കാനും നിനക്ക് സാധിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ആ കല്ലിനെ എടുത്ത് യാക്കോബ് ഒരു തൂണാക്കി മാറ്റി. ആദ്യം അതൊരു കല്ലായിരുന്നു, പക്ഷെ അഭിഷേകമുള്ളവന്റെ കൈ വന്നപ്പോൾ അതൊരു തലയണയായി മാറി. ആ തലയണയെ അഭിഷേകമുള്ളവൻ രാവിലെ എഴുന്നേറ്റ് ഒരു തൂണാക്കി നിർത്തി. അവിടെ പിന്നെ എണ്ണയൊഴിച്ച് ഒരിക്കലും കെട്ടുപോകാത്ത ഒരു വലിയ ഒരു വിളക്ക് അവിടെ കത്തിച്ചു വെച്ച് അവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ ഇത് മഹാഭയങ്കര സ്ഥലമാണ്, ഇത് സാധാരണ സ്ഥലമല്ല. അത് ആരാ പറഞ്ഞത്? അഭിഷേകമുള്ളവനാ പറഞ്ഞത്. ഈ ആത്മനിറവുള്ള നീ ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ നടക്കും. ഹല്ലേലൂയ. സ്തോത്രം. വേണമെങ്കിൽ ആ സ്ഥലത്തെ നോക്കി യാക്കോബിന് ശാപവാക്കുകൾ പറയാമായിരുന്നു. ഇത് ഗുണം പിടിക്കാത്ത സ്ഥലം, ഇത് ശാപം പിടിച്ച സ്ഥലം, ഇവിടെ എഴുന്നേറ്റമില്ലാത്ത സ്ഥലം, ഇത് ഇരുട്ട് വേവിരിക്കുന്ന സ്ഥലം, ഇത് സൂര്യൻ അസ്തമിച്ച സ്ഥലം എന്നൊക്കെ പറഞ്ഞ് 100 കാര്യങ്ങൾ യാക്കോബിന് പറയാം. ഞാൻ ഓടി വന്നു, അവിടെ കിടന്നപ്പോൾ തലയണ പോലും ഇല്ല എനിക്ക് കിടക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദാ കല്ല് കിടക്കുന്നു, ഇത് പാറക്കൂട്ടമാണ്, ഇത് ശാപം പിടിച്ച സ്ഥലമാണെന്ന് വേണമെങ്കിൽ യാക്കോബിന് പറയാമായിരുന്നു. പക്ഷേ യാക്കോബ് അങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളല്ല. ഇതാണ് അഭിഷേകം നിന്റെ അകത്ത് വന്നാൽ, അത് റിയൽ അനോയിന്റിംഗ് ആണെങ്കിൽ, അതൊരു അഭിഷേകമാണെങ്കിൽ, അത് ദൈവത്തിൽ നിന്ന് വന്നതാണെങ്കിൽ നിന്നെ കണ്ടാൽ അറിയാം. നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലം വന്നാലും നീ ഒന്നിനെയും നോക്കി നെഗറ്റീവ് പറയത്തില്ല. നീ വെളിയിലിറങ്ങി നാട്ടുകാരോട് അവരാതും അവാദവും പറഞ്ഞ് നടക്കത്തില്ല, പിറുപിറുത്തോണ്ട് നടക്കത്തില്ല. നിന്റെ ജീവിതത്തിലെ എത്ര വലിയ ഭാരമുള്ള വിഷയം വന്നാലും നീ ആ വിഷയത്തിന് നടുവിൽ നിന്നുകൊണ്ട് പറയും, ഇവിടെ ദൈവമുണ്ട്, ഇവിടെ ദൈവമുണ്ട്. ഈ സ്ഥലം ഭയങ്കര സ്ഥലം, ഇതൊരു ഭയങ്കര സ്ഥലം, ഇവിടെ മഹത്വം ഇറങ്ങുന്ന സ്ഥലം. നോക്കണം, അവിടെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ സ്വർഗം അവിടെ ഇറങ്ങി. ഹല്ലേലൂയ. നീയാണ് ദൈവത്തെ ഇറക്കുന്നത്. നിനക്ക് പിശാചിനെ ഇറക്കാൻ പറ്റും, ദൈവത്തിനെ ഇറക്കാൻ പറ്റും. 2 മക്കളുണ്ട്, ഒന്ന് പിശാചിന്റെ മകൻ, ഹല്ലേലൂയ, 2 ദൈവത്തിന്റെ മകൻ. അടുത്തിരിക്കുന്നത് ഏത് മകനാ നീ ചോദിക്കുക?
ദൈവത്തിന്റെ മകനാണോ നീ, അതോ പിശാചിന്റെ മകനാണോ? പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ മക്കൾ എപ്പോഴും നെഗറ്റീവ് വാ തുറന്ന് പറഞ്ഞ് ആരെ സാഹചര്യം കിട്ടിയാൽ നെഗറ്റീവേ പറയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിന്റെ മക്കളുടെ പ്രത്യേകത, യാക്കോബിനെ നോക്ക്, നീ തിരിഞ്ഞു നോക്ക്. ബൈബിൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നുവെങ്കിൽ, നീ ബൈബിൾ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, 24 മണിക്കൂറും ബൈബിൾ വായിക്കുന്ന വ്യക്തി എന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ, ആ ബൈബിളിനകത്ത് ഒരുവനുണ്ട്. അവന്റെ ചരിത്രം അവൻ തന്നെയാണ് മാറ്റിയത്. അവൻ ആ ദൈവത്തെ വിളിച്ചിറക്കിയത്. അവന്റെ ജീവിതത്തിലെ നെഗറ്റീവ് സിറ്റുവേഷനുകളിൽ അവൻ പറഞ്ഞത് നെഗറ്റീവ് അല്ല, ശാപവാക്കല്ല. അതിന് പകരം അവൻ പറഞ്ഞു, ഇത് ഭയങ്കരമായ സ്ഥലം, ഇത് ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം, ഇത് ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലം. ഓ ഹല്ലേലൂയ! നിന്റെ ജീവനും മരണവും നിന്റെ നാവിലിരിക്കുകയാണ്. ഹല്ലേലൂയ! നീ പോയി ആത്മനിറവിൽ ഇരിക്കുന്ന സഭയെ നോക്കി നീ പറയേണ്ടത്, ഇത് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമെന്നാണ്. ഇത് ആത്മനിറവുള്ള സ്ഥലമാണ്. ഇത് ദൂതന്മാർ ഇറങ്ങി വരുന്ന സഭയാണ്. ഹല്ലേലൂയ! കോണിപ്പടി കയറി വരുമ്പോഴേ ദൈവസാന്നിധ്യം ഞാൻ ഫീൽ ചെയ്യുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴേ ദൈവസാന്നിധ്യം ഫീൽ ചെയ്യുകയാണ്. നെടുമങ്ങാടിന്റെ പട്ടണത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ എന്റെ ദൈവം KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെ ഈ ദേശത്തെ കൊണ്ട് നട്ടിരിക്കുകയാണ്. നെടുമങ്ങാടിന്റെ ചരിത്രം മാറാൻ, തിരുവനന്തപുരത്തിന്റെ ചരിത്രം മാറാൻ, കേരളത്തിന്റെ ചരിത്രം മാറാൻ ആത്മനിറവുള്ള ദൈവം ഇറങ്ങി വരുന്ന ഒരു സ്ഥലമുണ്ട്. KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ. നിന്റെ സഭയെ കുറിച്ച് ഇന്ന് പകൽക്കാലം നീ എന്താണ് പറയുന്നത്? ഇത് കള്ളന്മാരുടെ ഭയന്നോ അതോ വ്യഭിചാരശാലയെന്നോ? എന്താ നിന്റെ വായിൽ നിന്ന് വരുന്നത്? അത് ജീവൻ വ്യാപരിക്കുന്ന സ്ഥലമെന്നാണോ? ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടതെന്ന് അവകാശപ്പെടുന്ന പലരും നിന്റെ വായിലെ വാക്കുകളാൽ കെണിയായി കുടുക്കിലായി നീ ന്യായവിധിക്ക് യോഗ്യരായി മാറാതിരിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയുകയാണ്, നിന്റെ വായിൽ നിന്ന് നീ വിളിച്ചു പറയേണ്ടത്, ഇത് ഭയങ്കരമായ സ്ഥലം, മഹത്വം ഇറങ്ങുന്ന സ്ഥലം, ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന സ്ഥലം, ദൂതന്മാർ ഇറങ്ങി വരുന്ന സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! നിങ്ങൾ നോക്ക, അവിടെ ആരാ? അവിടെ ദൈവം ഇറങ്ങി വരുന്നതിന് മുമ്പ് സൂപ്പർ നാച്ചുറലായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ അഭിഷേകമുള്ളവൻ വായി തുറന്ന് പറയുന്നത്, ഇത് ഭയങ്കര സ്ഥലം. അവിടെ നോക്ക്, സൂര്യൻ അവിടെ യാക്കോബ് വന്നപ്പോ സൂര്യൻ അസ്തമിച്ചതാ. നമ്മളായി പറഞ്ഞ എന്തെയ്യാ, ഞാനിവിടെ വന്നപ്പോ തന്നെ സൂര്യനും അസ്തമിച്ച്, ഇരുട്ട് ആകപ്പാട ഭൂതവും പിശാചും പ്രേതാലയമായ ഒരു സ്ഥലത്താണല്ലോ ദൈവം എന്റെ അപ്പന്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് എന്റെ സഹോദരനെ വഞ്ചിച്ചത് കൊണ്ട് ഞാൻ വന്ന സ്ഥലമെല്ലാം ഇരുട്ടായല്ലോ എന്ന് നിലവിളിച്ച് കരഞ്ഞ് നെഞ്ചത്തടിച്ച് അവിടെയുള്ള അരളിയിലെ വേരോ എങ്ങനെ എടുത്ത് കഷായമാക്കി കുടിച്ച് ചാവാനുള്ള ഈ യാക്കോബ് തന്റെ വായിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അതാണ്. അഭിഷേകം വന്നു കഴിഞ്ഞാൽ നിന്റെ ചരിത്രം മാറും. വെളിച്ചപ്പാടിന്റെ ആത്മാവുള്ള വ്യക്തികളാണെങ്കിൽ പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞ നേരത്തെ പറഞ്ഞതെല്ലാം പറഞ്ഞേനെ. സേവാശക്തിയോ വെളിച്ചപ്പാടിന്റെയൊക്കെ ശക്തി ഉള്ളവരാണ് ഒരു സ്ഥലത്ത് ചെന്ന് എന്തെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വാ തുറന്ന നെഗറ്റീവും പറഞ്ഞ്, കുറ്റവും പറഞ്ഞ്, കുറവും പറഞ്ഞ്, പരദോഷവും പറഞ്ഞ്, അവാദവും പറഞ്ഞ് കാണുന്നവരെല്ലാം വിളിച്ചു നിർത്തി അവാദം പറഞ്ഞ് പിന്നെ മരണം വരെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അഭിഷേകം നിന്റെ അകത്ത് വന്നാൽ നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നീ യോഹന്നാൻ എന്ത് ചെയ്തു? പത്മോസ് ദ്വീപിനകത്ത് യോഹന്നാനെ കൊണ്ടിടുക. അതായത് നമ്മുടെ സഹോദരൻ അവിടെ പത്മോസിനകത്ത് പോയപ്പോൾ അവിടെ ഗുഹകളുണ്ട്. അവിടുത്തെ ചരിത്രമൊക്കെ യൂട്യൂബിനകത്തൂടെ നിങ്ങൾ കണ്ടു കാണും. ഇവിടുന്ന് ഷിജു പോയിട്ടിട്ടത്. ഹല്ലേലൂയ! ഒരിക്കൽ പത്മോസ് ദ്വീപ് അവിടെ പൊളിറ്റീഷ്യന്മാരായി അല്ലെങ്കിൽ രാഷ്ട്രീയ തടവുകാരെ കൊണ്ടുവന്നിടുന്ന സ്ഥലം. പക്ഷെ യോഹന്നാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഈ ദിവസം കർത്തൃ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേരുടെ അകത്ത് കയറുന്നുണ്ട് ഈ ദൂത്? ഹല്ലേലൂയ! യോഹന്നാൻ പറഞ്ഞത് ഡൊമീഷ്യസ് ചക്രവർത്തിയെ ശപിച്ച് നീ 16-ന്റെ അന്ന് ചാവൂട എന്നല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അല്ല, എന്നെ ഈ ഇതിനകത്ത് കൊണ്ട് നിട്ട നിന്നെയും നിന്റെ തലമുറ നശിച്ചു പോകൂടാ എന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ! ഡൊമീഷ്യസെ നീ അധിക നാൾ വാഴത്തിലിടാന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വേണമെങ്കിൽ പറഞ്ഞ അവസാനം അരിയസ് വന്ന് അല്ലെങ്കിൽ അൾസർ വന്ന് ക്ഷയം വന്നവൻ ചാവും. പക്ഷെ യോഹന്നാൻ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. രക്തം തളച്ചില്ല. യോഹന്നാൻ വൈരാഗ്യവും പാകയും ഒന്നും ഡൊമീഷ്യസ് ചക്രവർത്തി ഇവനോട്ട് ഒരു ബന്ധവുമില്ല. 190 വയസ്സ് വരെ എഫെസോസ് സഭയ്ക്കകത്ത് മൂപ്പനായിരുന്ന ആത്മനിറവിൽ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ ദാസനെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു നീന്തക്കുളത്തിൽ പിന്നെ വലിയൊരു പിന്നെ എന്തുവാ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു തീ അങ്ങോട്ട് കത്തിച്ച് അതിനകത്ത് ഇട്ടതാ. പക്ഷെ പുള്ളി അതിനകത്ത് പൊങ്ങിക്കിടക്കുക. അവിടെ ഫ്രൈ ആക്കി എടുത്ത്
കഷണമാക്കി ഇവിടെ തൂക്കാന്ന് വിചാരിച്ച ഡൊമീഷ്യൻ ചക്രവർത്തി എടുത്തെറിഞ്ഞത്. പക്ഷേ ഹല്ലേലൂയ, നിനക്ക് തെറ്റിപ്പോയി. വാഗ്ദത്തമുള്ള യോഹന്നാനെ ഏത് തീക്കകത്തിട്ടാലും ഹല്ലേലൂയ, അത് സ്വിമ്മിംഗ് പൂളാക്കി മാറ്റുന്ന അഭിഷേകം. അതാണ് ഇന്ന് പകൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം. നിന്റെ നെഗറ്റീവ് സാഹചര്യങ്ങളെ നിനക്ക് അനുകൂലമാക്കി മാറ്റുന്ന, നിനക്ക് പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളെ, സ്ഥലങ്ങളെ, വ്യക്തികളെ, ജീവിതങ്ങളെ നോക്കി പ്രാകാതെ ശപിക്കാതെ അതിനെ അനുകൂലമാക്കി മാറ്റുന്ന ഒരു അഭിഷേകം വ്യാപരിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. പത്മോസിനകത്തായിരുന്ന യോഹന്നാൻ അവിടെ അങ്ങോട്ട് കയറി നിന്നിട്ട് അവിടെ വെച്ചാണ് ആരും കാണാത്ത ദർശനം കണ്ടു. നിന്റെ ലൈഫിലെ ഒറ്റപ്പെടലുകൾ ഒരു അത്ഭുതകരമായ എൻകൗണ്ടറിന്റെ സീസണാക്കി മാറ്റും ദൈവം. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലൈഫ് ചേഞ്ച് ആയതും ദൈവത്തെ കണ്ടത് എപ്പോഴാ? അപ്പന്റെ കൂടെ നിന്നപ്പോഴാണോ? ഹല്ലേലൂയ. സഹോദരങ്ങളെ കൂടെ നിന്നപ്പോഴാണോ? സഭയിലെ ആൾക്കാരെ കൂടെ ചേർന്ന് എഫെസോസിനകത്ത് പാസ്റ്ററായി ശുശ്രൂഷകനായിരുന്നപ്പോഴാണോ യോഹന്നാൻ ആരും കാണാത്ത ദർശനം കണ്ടത്? യോഹന്നാൻ ആരും കാണാത്ത ദർശനം കണ്ടത് എഫെസോസിലെ ഇന്റർനാഷണൽ പാസ്സായിരുന്നപ്പോഴല്ല. ഹല്ലേലൂയ. നീന്തക്കുളത്തിനകത്ത് അല്ലെങ്കിൽ അഗ്നി പിന്നെ കത്തിച്ച് അതിനകത്തിട്ടപ്പോഴുമല്ല. പത്മോസ് എന്ന് പറയുന്ന മരണം കാത്തിരിക്കുന്ന കഴുകന്മാരുടെ ആ കോട്ടയ്ക്കകത്തോട്ട് വലിച്ചെറിഞ്ഞപ്പോൾ, ഒറ്റപ്പെട്ടവനായി മാറിയപ്പോൾ അവിടെ മുട്ടുകുത്തി ദൈവത്തിന്റെ അഭിഷിക്തം പറഞ്ഞു, ഇതാ കർത്തൃ ദിവസം. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ശല്യം എനിക്കില്ല, ഒരു ജോലിയില്ല, ഒരു കാര്യം എനിക്കില്ല. ഐ ആം ഫ്രീ. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് എന്റെ ദൈവത്തെ കാണാൻ പറ്റും, എനിക്ക് എന്റെ ദൈവത്തിനോട് സംസാരിക്കാൻ പറ്റും, എനിക്ക് എന്റെ ദൈവമായിട്ട് ഒരു എൻകൗണ്ടറിന് ഒരു സമയമാണത്. ഇത് കർത്തൃ ദിവസമാണ്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സ്വർഗം തുറന്നു, വാതിൽ തുറന്നു, ഒരു മഹാശബ്ദം കേട്ടു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നു. യോഹന്നാനേ, നീ മരിക്കയില്ല, നീ മരിക്കയില്ല. യാക്കോബേ, നീ മരിക്കയില്ല. നിനക്കൊരു പ്രയാണമുണ്ട്, നിനക്കൊരു വാഗ്ദത്തമുണ്ട്, നിനക്കൊരു പ്രോമിസ് ലാൻഡ് ഉണ്ട്, നിനക്കൊരു പുറപ്പാടുണ്ട്. നിനക്ക് ഇന്ന് പകല് ഒറ്റപ്പെട്ടിരിക്കുന്ന, ഏകനായിരിക്കുന്ന, തകർന്നിരിക്കുന്ന വ്യക്തികളെ നോക്കി ആത്മാവ് പറയുകയാണ്, ഇതാ സ്വർഗത്തിലെ ദൈവം നിനക്ക് വലിയൊരു എൻകൗണ്ടർ തരാൻ പോകുന്നു. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നീ യാക്കോബിനെ പോലെ, യോഹന്നാനെ പോലെ, പത്മോസിനകത്ത്, ഹല്ലേലൂയ, പ്രൈസ് ദി ബെഥേലിനകത്ത്, ഹല്ലേലൂയ, കല്ലിനെ തലയണയാക്കി വെച്ച് കിടക്കുന്ന സഹോദര, ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, ഇതാ ഭയങ്കരനായ ദൈവം നിന്റെ മുമ്പിൽ ഇറങ്ങാൻ പോവുകയാണ്. സഹോദര, സഹോദരി, യേശുവിന്റെ മഹത്വം നിന്നെ തൊടാൻ പോകുന്നു. സ്വർഗം തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സ്തേഫാനോസ് എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. ചുറ്റുപാട് നിന്ന പൗലോസ് എന്ന് പറയുന്ന ശൗല്, ഹല്ലേലൂയ, സ്തോത്രം, പൗലോസ് ആകുന്നതിന് മുമ്പ് എറിയടാ എറിയടാ എന്ന് പറഞ്ഞ് കല്ല് വാരി എടുത്ത് ഇട്ട് കൊടുക്കുക നാട്ടുകാരുടെ മുമ്പിൽ. എറി എറി നിർത്തരുത്, അവൻ ചാകുന്നത് വരെ എറി. പ്രൈസലോ, കല്ലുകളെല്ലാം പുറകിട്ടോണ്ടിരിക്കുക ശൗല്. ആൾക്കാർ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തേഫാനോസ് പറയുകയാണ്, എറി നിർത്തരുതേ. ഹല്ലേലൂയ. കാരണം നീ എറിയുന്നതിനനുസരിച്ച് എന്റെ മഹത്വം, ദൈവത്തിന്റെ ഗ്ലോറി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. സ്വർഗം തുറക്കപ്പെടുന്നതും കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നതും ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിന്റെ എറി നിർത്തരുത് എന്ന പകൽക്കാലം വെളിപ്പാടുള്ളവർ മാത്രം ആത്മതലവില് ഈ വെളിപ്പാട് കിട്ടിയവൻ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവില് തളർന്നു പോകാതെ, നിരാശപ്പെടാതെ, പിറുപിറുക്കാതെ നീ പറയണം, ഇതാണ് കർത്തൃ ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ഇറങ്ങാൻ പോവുക. ഒറ്റപ്പെട്ടിരിക്കുന്നവരോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഗ്ലോറി കാണാൻ പോകുന്നു. നിന്റെ സീസൺ ഇതാണ്. നീ ദൈവത്തിന് മഹത്വം കാണാൻ പോകുന്നു. അടുത്ത സീസൺ ആരംഭിക്കാൻ പോകുന്നു. നിന്നോട് ദൈവം സംസാരിക്കാൻ പോകുന്നു. നിനക്ക് ചിലത് എഴുതി തരാൻ പോകുന്നു. ആരോടും പറയാത്ത ദൂത് നിന്നോട് പറയാൻ പോകുന്നു. നിന്റെ ചരിത്രം അവസാനിച്ചിട്ടില്ല. നീ ഏകനല്ല, നീ ഒറ്റപ്പെട്ടവനല്ല, നീ തകർന്നു പോകത്തില്ല. കാരണം ഞാനാ നിന്നെ വിളിച്ചത്. നിന്റെ കുറവ് പറയാനല്ല, നിന്നോട് ദൂത് പറയാൻ.
യാക്കോബിന്റെ കുറവ് പറയാനല്ല. നീ എന്തിനാ അപ്പനെ ചതിച്ചതാ, നീ എന്തിനാ നിന്റെ സഹോദരനെ ചതിച്ചതെന്ന് കർത്താവ് ഇറങ്ങി വന്നപ്പോൾ ഒറ്റ വക സംസാരിച്ചിട്ടില്ല. ദൈവ യാക്കോബിനോട് പറഞ്ഞത്, യാക്കോബേ, ഞാൻ ഈ ദേശം നിനക്ക് തരും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ഞാൻ തരാൻ പോവുകയാണ്. അവകാശങ്ങളുടെ ചരിത്രമാ പറയാൻ പോയത് ദൈവം. ആ വ്യക്തിയെ നോക്കി ദൂതുകളാ, വാഗ്ദത്തങ്ങളാ വിളിച്ചു പറയുന്നത്. ഈ വാഗ്ദത്തം ഉള്ളവനെ തൊടാനാ ലാവാൻ പോയത്. തലേ ദിവസം ദൈവം പറഞ്ഞു, എൻ്റെ മകനാ, ഇത്ര 20 വർഷം നിന്റെ വീട്ടിനകത്ത് ആടിനെ മേച്ചുകൊണ്ടൊക്കെ ഇരുന്നു. നീ അവൻ്റെ കറുത്ത അല്ലെങ്കിൽ അവൻ്റെ ആരോഗ്യ ദൃഢഗാത്രമായ അവൻ്റെ ശരീരവും അവൻ്റെ അധ്വാനവും അവൻ വെയിലത്ത് അധ്വാനിച്ച് നിനക്ക് തന്നത് കാര്യങ്ങളെ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയുടെ വെളിമേ നിനക്കറിയത്തുള്ളൂ. അവൻ്റെ അകത്തൊരു യഹൂദ ഗോത്രത്തിലെ സിംഹമുണ്ട്. നീ കാണാത്ത ഒരു ആത്മാവ് അവൻ്റെ അകത്തുണ്ട്. നീ കാണാത്ത അറിയാത്ത ഒരു വിളി അവൻ്റെ അകത്തുണ്ട്. ഞാൻ അവനെ കണ്ടതാ, ഞാൻ അവനുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായതാ. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവനോട് സംസാരിച്ച് അവനകത്തിട്ടിരിക്കുന്ന ഒരു അസാധാരണമായ പ്രവചന ദൂതുണ്ട്. അത് നിവർത്തീകരിക്കാനുള്ള സമയമായിരിക്കുകയാ. ഞാനും അവനും തമ്മിൽ അടുത്ത മണിക്കൂറുകൾക്കകത്ത് യാബോക്കിന്റെ കിരീടത്ത് വെച്ച് ഒരു മൽപ്പിടുത്തത്തിലൂടെ അടുത്ത എൻകൗണ്ടർ അവനിൽ വെളിപ്പെടാൻ പോവുകയാണ്. സീസൺ വരുന്നിരിക്കുന്നു. അതുകൊണ്ട് മകനെ നീ തുടരുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ലാബാൻ ഓടിച്ചെന്ന് അവിടെ സംസാരിച്ചപ്പോ അന്ന് റാഹേല് അഭിഷിക്തന്റെ ഭാര്യ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവാചകന്റെ ഭാര്യ ലേയയും റാഹേലും. 2 പെണ്ണുങ്ങൾക്കും വെളിപ്പാടെന്ന് പറയുന്ന സാധനമില്ല. ഹല്ലേലൂയ. ലേയയ്ക്ക് എപ്പോഴും ഭർത്താവ് ചേട്ടാ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ചേട്ടനെ എപ്പോഴും കാണണം ലേയയ്ക്ക്. റാഹേലിന് ചേട്ടനും വേണ്ട, ഒന്നും വേണ്ട, വല്ല ദൂതായി പഴോ ഇതൊക്കെ മതി, ഫ്രൂട്ട്സൊക്കെ മതി. വിഗ്രഹം, അപ്പൻ്റെ വിഗ്രഹം, മോഷണം, കള്ളം, കപടം, വഞ്ചന, ചതി, നാക്കെടുത്ത നോണ. ഹല്ലേലൂയ. കാണാൻ സുന്ദരിയാ, പക്ഷേ നാവെടുത്ത പരദൂഷമല്ലാതെ പറയത്തില്ല. മോഷണം, കള്ളം, കപടം, വഞ്ചന, ചതി. ഒന്നുമല്ലെങ്കിൽ ലേയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ചേട്ടൻ വരുന്നതിന് വേണ്ടി കാത്തിരിക്കും. എവിടെ പോയാലും എപ്പോൾ വരും എൻ്റെ ചേട്ടൻ, എപ്പോൾ വരും എൻ്റെ ചേട്ടൻ, എപ്പോൾ വരും എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് സംസാരിച്ച് വിളിച്ച് പറഞ്ഞ്. ഹല്ലേലൂയ. ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹം മനസ്സിലാക്കാനുള്ള വെളിപ്പാട് യാക്കോബിനില്ല. യാക്കോബ് ഒരു മുരടനാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന് റൊമാൻറ്റിക് വരുന്നത് ആകെ വെളിമേ കാണുന്ന ഈ ചാമ്പക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുപോലെ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഇറങ്ങി വന്ന ഈ പെണ്ണിനെ ഇവളെ കാണുമ്പോഴാണ് യാക്കോബിന് സന്തോഷം. പക്ഷേ അല്പം ശോഭയൊക്കെ കുറവുള്ള കണ്ണാണെങ്കിലും ഹൃദയം കൊണ്ട് സൗന്ദര്യമുള്ള ലേയെ വലിയ താല്പര്യമില്ല. അതാണ് പലപ്പോഴും പല ഫാമിലിയിലും പല പുരുഷന്മാരുടെ ഏറ്റവും വലിയ വിഷയം. നമ്മൾ ചെന്ന് ഈ ഫോട്ടോയൊക്കെ കണ്ടും അല്ലെങ്കിൽ പിന്നെ വെളിമയുള്ള സൗന്ദര്യമൊക്കെ കണ്ട് നമ്മളങ്ങ് ചാടി വീഴും. പിന്നെ ഒരു മഴ പെയ്യുമ്പോഴാണ് യഥാർത്ഥ സംഭവം മനസ്സിലാവുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാണ്, എടുത്ത് ചാടരുത്, ചാടരുതേ, എടുത്ത് ചാടരുതേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചാടിയാ നീ എലി കെണിയിൽ പെട്ടതുപോലെ ആയി പോകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ 2 പെണ്ണുങ്ങൾ ഒരു കുടുംബം നശിപ്പിക്കാനും അതിനെ ഉയർത്താനും വളർത്താനും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. സൗന്ദര്യമുണ്ട്, സുന്ദരിയാണ്. സ്വഭാവം എന്ന് പറയുന്നത്, കൾച്ചർ എന്ന് പറയുന്ന അടുത്തൂടെ പോയിട്ടില്ലാത്തതാണ് റാഹേൽ. കാണാൻ സുന്ദരി, പക്ഷേ ഒരു കൾച്ചറൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് ലേയ. സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും ഈ നാളുകളിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനും പ്രവാചകനും യാക്കോബിന് ഒരു കൈത്താങ്ങും ഒരു സപ്പോർട്ടും, വയലിൽ നിന്ന് അധ്വാനിച്ചിട്ട് വരുമ്പോൾ ഓടിച്ചെന്ന് കഞ്ഞിവെള്ളം കൊടുക്കാനൊക്കെ ഒരു മനസ്സൊക്കെ ആർക്കുണ്ട്? ലേയയ്ക്കുണ്ട്. ഈ റാഹേലിൻ്റെ 48 മണി സൗന്ദര്യം നോക്കി, ഈ കണ്ണാടിയിൽ നോക്കി, ഹല്ലേലൂയ, ദൂതായി പഴമൊക്കെ കഴിച്ച്, ഫ്രൂട്ടും കഴിച്ച്, എപ്പോഴും അടിക്കടി ഹല്ലേലൂയ ബ്യൂട്ടി പാർലറിൽ പോയി അങ്ങനെ നടക്കുക. അതുകൊണ്ട് മക്കളുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവൾക്ക് പുറമേ ഉള്ള സംഭവങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ജനിച്ചപ്പോഴേ കള്ളി ആയതുകൊണ്ട് അഭിഷേകമുള്ളവൻ്റെ കൂടെ കൂടിയിട്ടും കള്ളത്തരമാണ്. ജന്മനാ ഉള്ള സംഭവമൊന്നും ചില പൊട്ടത്തില്ല. പ്രവാചകന്റെ കൂടെ ജീവിച്ചാലോ അഭിഷേക്തന്റെ കൂടെ ജീവിച്ചാലോ ഇനി ഭാഷന്മാരുടെ കൂടെ ജീവിച്ചതുകൊണ്ടോ വെളിപ്പാടുള്ളവർക്കല്ലേ ഈ ഇമ്പാർട്ടേഷൻ കിട്ടുമോ? ഈ പിന്നെ യാക്കോബിനെ ആരാണെന്നും എന്താണെന്നും യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഞാൻ വന്നപ്പോൾ ബഥേലിൽ വെച്ച് ദൈവമായിട്ട് കണ്ടുമുട്ടി
വലിയ ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓ നിങ്ങളൊരു വാഗ്ദത്തം ദൈവം, ഏത് ദൈവം, എവിടുത്തെ ദൈവം? ഒരു കുറേ ഉണക്ക ആടുകളെയും കൊണ്ട് നടക്കണം നിങ്ങൾക്ക്. പ്രൈസ് ലോർഡ്. പലപ്പോഴും എന്താണ് നിന്റെ ഭർത്താവിനെ കുറിച്ച് റെവലേഷൻ നിനക്ക് വേണം. ഹല്ലേലൂയ, സ്തോത്രം. ആരെ കൂടെയാണ് നീ ജീവിക്കുന്നതെന്നുള്ള റെവലേഷൻ നിന്റെ അകത്ത് കത്തണം. അപ്പോൾ നിന്റെ അകത്ത് ഒരു ഇന്റർനാഷണൽ അനോയിന്റിങ് റിലീസാകും. അല്ലെങ്കിൽ നിന്റെ അപ്പൻ്റെ അതേ സ്പിരിറ്റ് ആയിരിക്കും നിന്റെ അകത്ത് കിടക്കുന്നത്. ലാബാനും കള്ളൻ, അതിനേക്കാളും കള്ളി റാഹേല്. ജനിച്ചപ്പോഴേ കള്ളം പറയാൻ വേണ്ടി മാത്രം ജനിച്ച ലാബാന് മരുമോനെ 20 വർഷം ഇട്ട് കറക്കി റെഡിയാക്കി തരാടാ, നീ കറങ്ങടാ. അവസാനം അമ്മാവൻ കറങ്ങി. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തമുള്ളവനെ കറക്കാൻ നീ നോക്കരുത്, നീ നിന്റെ കുടുംബം കറങ്ങി നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഹാലെ. വെളിപ്പാടും വാഗ്ദത്തമുള്ള ആത്മനിറവുള്ളവനെ കറക്കരുത്, പറ്റിക്കരുത്, വഞ്ചിക്കരുത്, ചതിക്കരുത്. നിന്റെ കാര്യം തീരുമാനമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ റാഹേൽ എന്ത് ചെയ്തോ? പോകുന്നതിന് മുമ്പ് ഒരു വിഗ്രഹമുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ തുടരുത്. ഒരു വെളിപ്പാടുള്ള വാഗ്ദത്തമുള്ള യാക്കോബിന് കൂടെ നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് ആടുകളെ നീ കാണുന്നുള്ളൂ. പക്ഷേ യാക്കോബിനകത്ത് കിടക്കുന്ന ഇന്റർനാഷണൽ ഒരു കോളിംഗ് ഉണ്ട്. അവൻ ദൈവശബ്ദം കേട്ടിറങ്ങിയവനാ. അവന് നിന്റെ അപ്പന്റെ ഒരു ആവശ്യമില്ല, ഒരു അപ്പന്റെ വിഗ്രഹങ്ങൾ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. റാഹേൽ വിഗ്രഹത്തെ എടുത്തു. ദൈവം എന്തിനാ റാഹേലിനെ തൊട്ടതെന്നറിയാമോ? നാളെ ഈ പിള്ളേരെല്ലാം കൂടെ വളർന്ന് വലുതാകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഈ റാഹേൽ ഇരുന്ന് നിരത്തി പറയും, എടാ ഇതറിയാമോ, ഈ വിഗ്രഹം എന്താണെന്നറിയാമോ? ഞാൻ പണ്ട് അപ്പൻ്റെ വീട്ടിൽ നിന്ന് വന്ന് മടിച്ചു കൊണ്ടുവന്നതാണ്. നമ്മളെ രക്ഷിച്ചതും വിടുവിച്ചതും നിന്റെ അപ്പൻ്റെ ദൈവം മാത്രമല്ലടാ, എൻ്റെ അപ്പൻ്റെ ദൈവം കൂടെയാണ്. അതിന് ദൈവം വിടുവോ? ദൈവം അങ്ങനെ വിടുന്നവനല്ല. ദൈവം സെൽഫിഷാണ്, സ്വാർത്ഥനാണ്. എൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഉയരാൻ പാടില്ല. എൻ്റെ മഹത്വമല്ലാതെ മറ്റൊരു മഹത്വം വെളിപ്പെടാൻ പാടില്ല. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല. ഞാനല്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ കരമോ ഒരു വിഗ്രഹത്തിന്റെ ശക്തിയോ ആരും നിന്നെ സഹായിച്ചെന്ന് പറയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവം എടുക്കേണ്ട മഹത്വം ഒരു മനുഷ്യനും ദൈവം കൊടുക്കത്തില്ല, ഒരു ജാതിക്കും കൊടുക്കത്തില്ല, ഒരു വിഗ്രഹത്തിനും കൊടുക്കത്തില്ല. ഹല്ലേലൂയ. മോട്ടിച്ചെടുത്ത വിഗ്രഹവുമായി പോകുന്ന സ്ഥലത്ത് വെച്ച് ബെത്ലഹേം എന്ന എഫ്രാത്തിൽ വെച്ച് ഹാലേൽ വിഗ്രഹം എടുത്ത് മോട്ടിച്ചത് കൊണ്ട് തൻ്റെ അപ്പനെ വഞ്ചിച്ച് തന്നെ. അത് മാത്രമല്ല, യാക്കോബ് ഒരു കാര്യം പറഞ്ഞു. യാക്കോബ് ലാഭം വന്നപ്പോൾ യാക്കോബ് പറഞ്ഞു, നിന്റെ വിഗ്രഹങ്ങൾ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആള് മരിക്കണം. ഹല്ലേലൂയ. അപ്പൊ റാഹേൽ മരിക്കാൻ കാരണം വേറെ ആരുമല്ല, തന്റെ സ്വന്തം ഭർത്താവാ. യാക്കോബ് എന്ന അഭിഷേകമുള്ളവൻ ആത്മനിറവിൽ പറഞ്ഞു, ഈ വിഗ്രഹം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മരിക്കണം. ദൈവം അപ്പൊ തന്നെ അങ്ങ് സീൽ ചെയ്തു. ദൈവത്തിന് മനസ്സിലായി ഇത് കൂടെ കൊണ്ട് നടക്കാൻ കൊള്ളാവുന്ന കേസല്ല. റാഹേൽ അങ്ങറ്റം വരെ പോയി കഴിഞ്ഞാൽ ഈ യാക്കോബ് പിള്ളേരെല്ലാം നശിപ്പിക്കും, കുടുംബം നശിപ്പിക്കും, വെളിപ്പാടും ദർശനവും സഭയും മൊത്തം നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ആ റാഹേല് എഫ്രാത്തിൽ വെച്ച് വിഗ്രഹമെടുത്ത് മോഷണം ചെയ്ത് കള്ളം ചെയ്ത കാപട്യമുള്ള വഞ്ചനയുള്ള ചതിയുള്ള നുണയുള്ള പിന്നെ കള്ളത്തിന്റെ ആത്മാവുള്ള സ്പിരിറ്റ് അവിടെ വെച്ച് തകർത്ത് കളഞ്ഞ ദൈവം. അതാണ് ബെത്ലഹേമിന്റെ എഫ്രാത്ത്. ഹല്ലേലൂയ. സ്വന്തം മകന് വരെ ജനിച്ചപ്പോൾ തന്റെ വൈരാഗ്യവും വിരോധവും പകയും മരിക്കുന്ന സമയത്ത് ഒരു മാനസാന്തരമില്ലാത്ത ആ സ്ത്രീ ശപിച്ചിട്ട് മരിച്ചു. സ്വന്തം മകനെ, മരിച്ച കയ്യിലിരിക്കുന്ന മകനെ പേരിട്ടു, ബെനോയി എന്ന് പറഞ്ഞിട്ട് പേരിട്ടു. ഹല്ലേലൂയ. പക്ഷേ യാക്കോബ് അഭിഷേകമുള്ളവൻ വന്ന് ഈ ശാപം പിടിച്ച സ്ത്രീ മരിക്കാൻ നേരത്ത് ദുഃഖവും ദുരിതവും വിലാപവും ഉള്ളവനെ എന്ന് പറഞ്ഞ് ശപിച്ചിട്ട് സ്വന്തം മകനെ വരെ ശപിച്ചിട്ട് പോയി. പക്ഷേ യാക്കോബ് ആ കുഞ്ഞിനെടുത്തിന് ബെന്യാമിൻ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ അവിടെ മരിച്ചടക്കപ്പെട്ട സ്ഥലം ബെത്ലഹേം, എഫ്രാത്ത്. രൂത്തിന് നഹോമിക്കും കുടുംബം നഷ്ടപ്പെട്ട സ്ഥലം. പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്ത് ഒരുവൻ ജനിച്ചു. ഹല്ലേലൂയ. ആ ജനനത്തോടുകൂടി ആ പട്ടണത്തിലെ യഥാർത്ഥ അപ്പത്തിന്റെ ഭവനം. ആരാണ് അപ്പം? ആകാശത്തു നിന്ന് എനിക്കും നിനക്കും വേണ്ടി ഇറങ്ങി വന്ന മന്ന, ജീവനുള്ള ദൈവമായ ക്രിസ്തു എന്ന അപ്പം.
എന്നെ ഭക്ഷിക്കുകയും എന്നെ പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നേക്കും ജീവിച്ചിരിക്കുമെന്ന് അരുളി ചെയ്ത എന്റെ ദൈവം ആ അപ്പം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന സ്ഥലം ബത്ലഹേം. ഇന്ന് പകൽക്കാലം നിനക്ക് പഴയ ഒരു ചരിത്രം നിനക്ക് കാണാം. നിന്റെ ജീവിതത്തിൽ വഞ്ചനയുടെയും ചതിയുടെയും തകർച്ചയുടെയും പല നിലവാരങ്ങളിലുള്ള ഒരു വലിയ ചരിത്രം നിന്റെ പുറകിലുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് ആത്മാ പറയുകയാണ്, എന്ന് എപ്പോൾ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നുവോ ആ നിമിഷം മുതൽ നിന്റെ അകത്ത് യേശു ജനിച്ചാൽ നിന്റെ തലവര മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതാ കർത്താവിന്റെ പരിപാടി. നിന്റെ തലവര മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ ജീവിതം മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ ചരിത്രം മാറാൻ ഒരു വഴിയേ ഉള്ളൂ. നിന്റെ ജീവിതത്തിലെ പഴയകാല ചരിത്രങ്ങളെ എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ആ രക്ഷകനായ യേശുവിനെ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നിന്റെ അകത്ത് ക്രിസ്തു ജനിക്കും. യേശു നിന്നിൽ ജനിച്ചാൽ നീ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായി, ഒരു വ്യക്തിയായി നീ മാറാൻ പോവുക. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ചരിത്രം മാറണമെങ്കിൽ വേറെ ആരും ജനിച്ചിട്ട് കാര്യമൊന്നുമില്ല, ലോട്ടറി എടുത്തിട്ടും കാര്യമില്ല. ഹല്ലേലൂയ. ചരിത്രം മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തു നിന്റെ അകത്ത് ഇന്ന് പകൽ ജനിക്കണം. നിന്റെ അകത്ത് യേശു ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ചവർ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. യേശു കർത്താവ് നിന്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വ്യക്തികൾ കരമുയർത്തിയ വ്യക്തികളെ നിങ്ങൾക്ക് വേറെ ഈ ലോകത്തൊന്നും വേണ്ട. ഇന്ന് പകല് യേശു നിന്നെ ജനിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് നീ വരുത്തിയാൽ, എന്റെ അകത്ത് യേശു ജനിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ പലതുമായിരിക്കാം, പല നിലവാരങ്ങൾ നിങ്ങൾ എന്നെ കണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ ഞാനൊരു സാധാരണ വ്യക്തിയല്ല. എന്റെ അകത്ത് ക്രിസ്തു ജനിച്ചിരിക്കുകയാണ്. യേശു എന്റെ അകത്ത് ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചരിത്രം മാറും. ആരും മാറ്റാതെ, ആരുടെ സഹായമില്ലാതെ എന്റെ ചരിത്രം മാറും. കാരണം എന്റെ അകത്ത് ജനിച്ചിരിക്കുന്നവൻ ഹിസ്റ്ററി മേക്കറാണ്, ചരിത്രങ്ങളെ മാറ്റുന്നവൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരൊന്ന് നോക്ക. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നീ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് പറ, നിന്റെ അകത്ത് യേശു ജനിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ, അവൻ ജനിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആത്മാ പറയുകയാണ് നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. അത് മനുഷ്യനാലല്ല, ലോട്ടറി അടിച്ചിട്ടല്ല, അത് വേറെ ആരെങ്കിലും സഹായിച്ചിട്ടല്ല. നിന്റെ അകത്ത് ക്രിസ്തു ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ വെറുതെ നിന്ന് കൊടുത്താൽ മതി. അവൻ നിന്നെ വളർത്തും, അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും, അവൻ നിന്റെ പേരിനെ പ്രസിദ്ധമാക്കും. ബത്ലഹേം ഈ ലോകത്തിൽ അറിയപ്പെടുന്ന സ്ഥലമായി മാറിയത് ക്രിസ്തു ജനിച്ചത് കൊണ്ടാണ്. ഇസ്രായേലിന്റെ കൊച്ചു പട്ടണം, പക്ഷേ ഇന്ന് ഭൂമി മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ ശ്രുതി വരുന്നത് യേശു ജനിച്ചത് കൊണ്ട്. ഈ ഭൂമിയിൽ നിന്റെ കുടുംബത്തിൽ നീ എത്ര ചെറുതാണെങ്കിലും ഇന്ന് പകൽ യേശു നിന്റെ അകത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ അവനേക്കാൾ വലിയവനായി മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊച്ചു പട്ടണം, അവിടെ പറഞ്ഞ എന്താ? കൊച്ചു പട്ടണം. പക്ഷെ യേശു ജനിച്ചപ്പോൾ പേര് പ്രസിദ്ധമായി. ലോകം അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറി. എത്ര ചെറുതാണ് നിന്റെ കുലത്തിൽ, നീ എത്ര ചെറിയവനാണെങ്കിലും നിന്റെ അകത്ത് യേശു വരുമ്പോൾ, നിന്റെ ദേശത്തിലോ പട്ടണത്തിലോ നിന്റെ കുടുംബത്തിനകത്തോ എത്ര നിസാരമായ ആൾക്കാർ നിന്നെ കണ്ടാലും നിന്റെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ നീ മിണ്ടാതിരുന്നോ, സ്വർഗം നിന്നെ വലിയവനാക്കി മാറ്റും. സ്വർഗം നിന്നെ വലിയവനാക്കി മാറ്റും. നീ നശിച്ചു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല. ആർക്കും എന്റെ കർത്താവിന്റെ കയ്യിൽ നിന്നും നിന്നെ പറിച്ചെടുക്കാൻ പറ്റത്തില്ല. എന്റെ ദൈവം നിന്നെ വലിയവനാക്കും. ആരും നിന്നെ സഹായിച്ചാലും ഇല്ലെങ്കിലും, ആര് നിനക്ക് സ്റ്റേജ് തന്നാലും ഇല്ലെങ്കിലും, ആര് നിന്നെ ശുശ്രൂഷിപ്പിച്ചാലും ഇല്ലെങ്കിലും, എന്റെ ദൈവം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നിന്നെ വലിയവനാക്കി പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മീഖ 5:2 പെട്ടെന്ന് വായിക്കാം.
നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടുന്നവൻ എനിക്കും നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അതാ ദർശനം പൂർത്തീകരിക്കാൻ പറ്റാതെ കരഞ്ഞ് തളർന്ന് തകർന്ന് ദുഃഖിച്ച് വിലപിച്ച് ശാപവാക്കുകൾ ഉച്ചരിച്ച് മരിച്ചുപോയ റാഹേൽ എന്ന് പറയുന്ന ആ സ്ത്രീ അടക്കിയ സ്ഥലത്തെ, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ദൈവത്തിന് ക്രിസ്തു ജനിച്ചപ്പോൾ അവൻ ആ ഇസ്രായേലിലെ അധിപതിയാക്കി മാറ്റി. ഹല്ലേലൂയ. അതവർ ദുഃഖവും നിരാശയും ഭാരവും പിറുപിറുപ്പും ശാപവാക്കും നെഗറ്റീവും പറഞ്ഞ് നശിക്കാനുള്ള വ്യക്തിയല്ല നീ. നിന്റെ അകത്ത് യേശു വന്നാൽ നിന്റെ ചരിത്രം മാറും, നിന്റെ ദുഃഖം മാറും, നിന്റെ നിരാശ മാറും, നിന്റെ പിറുപിറുപ്പ് മാറും, നിന്റെ പല്ലുകടി മാറും. അത് നരകത്തിൽ പിശാചിന്റെ പരിപാടിയാ. പിറുപിറുപ്പ്, അല്ല നുണ പറയുന്നത്, പരിഹസിക്കുന്നത്, പിറുപിറുക്കുന്നത്, കുറ്റം പറയുന്നത്, ഹല്ലേലൂയ, അപവാദം പറയുന്നത്, അത് പിശാചിന്റെ സന്തതിയാണ്. പക്ഷേ യേശു നിന്നിൽ ജനിക്കുമ്പോൾ നിന്റെ ചരിത്രം മാറുകയാണ്. ഹല്ലേലൂയ. അടുത്തൊരു സ്ഥലമാണ് നസ്രത്ത്. എന്താണ് നസ്രത്ത്? ഹല്ലേലൂയ സ്തോത്രം. അത് പ്രത്യേകിച്ച് യോഹന്നാൻ 1:45 വായിക്കുമ്പോൾ അതിനെ കുറിച്ച്, നസ്രത്തിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. 45-47. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ നസ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത പഴഞ്ചൊല്ലുകളാണ്. നസ്രത്തിൽ നിന്ന് ഒരു നന്മ എല്ലാവരും പറയും. നിന്നെ നോക്കി എത്ര പേര് പറഞ്ഞു കണ്ടെന്ന്, ഗുണം പിടിക്കാത്തവൻ, രക്ഷപ്പെടാത്തവനാണ്, ഇവന്റെ മുഖം കണ്ട അന്ന് കഞ്ഞിക്കരി കിട്ടത്തില്ല. പ്രൈസ് ലോർഡ്. അവനെ വിളിച്ച് വീട്ടിൽ കയറ്റല്ലേ, 1-ാം തീയതി പ്രത്യേകിച്ച് കയറ്റരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. പണ്ട് നമ്മളൊക്കെ ഹൈന്ദവ വിശ്വാസത്തിലായിരുന്നപ്പോൾ 1-ാം തീയതി ഇരിക്കാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, അല്ലേ? നല്ല നക്ഷത്രക്കാർ ശുക്രദശ ഉള്ളവനെ, ആ ഒരു ശുക്രദശയൊക്കെ ഉള്ളവരെയൊക്കെ എന്ത് ചെയ്യും? 1-ാം തീയതി ഇരിക്കാം. ശനിദശ പിടിച്ചവനെ കയറ്റുമോ? കണ്ടക ശനി പിടിച്ചവനെ അങ്ങനെ 1-ാം തീയതി ഇരിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം തീർന്നു, അല്ലേ? അങ്ങനെ ഒരു സമയം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കണ്ടക ശനി പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ 11 വയസ്സ് മുതൽ 27 വയസ്സ് വരെ കണ്ടക ശനിയായിരുന്നു ജാതക പണ്ട് എനിക്ക്. ആ 11 വയസ്സ് 27 വയസ്സ് വരെ എന്നെ കാണുന്നവരെല്ലാം എന്നെ വിളിക്കാൻ തെറിയൊന്നുമില്ല. പ്രൈസ് ലോർഡ്. ഇവനെ കണ്ടാലേ ഗുണം പിടിക്കൂല. വെളിയിൽ ഇറങ്ങിയ ഒരു പ്രശ്നം, വിഷയം, ആ എഴുന്നേറ്റമില്ലാത്ത ഒരു സമയം. അപ്പൊ ഇങ്ങനെ കണ്ടകശനി പിടിച്ചപ്പോഴാണ് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? കാരണം വെളിയിൽ ഇറങ്ങിയ ആൾക്കാർക്ക് ഒരു കാരണവുമില്ലാതെ എന്ത് ചെയ്യും? ശപിക്കുക. ഒരു കാരണവും വേണ്ട. നമ്മൾ നല്ലത് പറഞ്ഞാലും അവർ കേൾക്കുന്നത്, നമ്മൾ നല്ലത് ചെയ്താലും അവർ പറയുന്നത് വേറെ. അപ്പോൾ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ശാപം പിടിച്ച സമയം, ഒരു സീസൺ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു പഴഞ്ചൊല്ല് പോലെയായി. യവനെ കടി കണ്ട അന്നത്തെ ദിവസം തീരും. എവിടെ ചെന്ന് കയറിയാലും അവിടെ എന്ത് ചെയ്യും? 3 മാസം കൊണ്ട് ആ സ്ഥലം, എത്ര ബിൽഗേറ്റ്സിന്റെ ആണെങ്കിൽ അത് അടച്ചു പൂട്ടും. എത്രയോ സ്ഥലങ്ങൾ അടച്ചു പൂട്ടി, എത്രയോ ഷോപ്പുകൾ അടച്ചു പൂട്ടുന്നു. കാരണം കണ്ടകശനി പിടിച്ച് ശാപം പിടിച്ചവൻ എവിടെ ചെന്ന് കയറിയാൽ ആ സ്ഥാപനം വരെ പൂട്ടും. ഹല്ലേലൂയ. പണ്ട് നമ്മളിവിടെ ദീപു എന്ന് പറഞ്ഞാൽ, ചീര ദീപു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുണ്ട്. അവൻ പണ്ട് അവിടെ വന്ന ഒരു സാക്ഷി പറഞ്ഞ എന്താണ്? അവൻ്റെ ജീവിതത്തിലെ ശാപം പിടിച്ചൊരു സമയമുണ്ടായിരുന്നു. തൻ്റെ മുഖത്ത് നോക്കിയാൽ അന്നത്തെ ദിവസം ബിസിനസ് നടക്കത്തില്ല. പച്ചക്കറിയുമായി രാവിലെ എഴുന്നേറ്റ് പോകുന്ന ദീപു പച്ചക്കറി വിൽക്കാൻ വേണ്ടി ചീരയും കൊണ്ട് പോകുന്ന സമയത്ത് ഒരു ചായക്കടയിൽ കയറും. ചായക്കടക്കാരൻ ദീപുവിനെ കാണുമ്പോഴേ, ഇന്നിവിടെ ബിസിനസ്സേ ഇല്ലെന്ന് പറയും. ഞാൻ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ചേട്ടൻ തുറന്നു വച്ചിരിക്കുന്നു, ചുമ്മാ ഒന്ന് തൂത്ത് വാരിയിട്ട് പോകാമെന്ന് വിചാരിച്ച് തുറന്നതാ. നിനക്കിവിടെ ചായ ഇല്ല, ഒന്ന് ഇറങ്ങി പോടേ എന്ന് പറയും. അയാൾ ഇറങ്ങിപ്പോയി മാറി നിൽക്കുമ്പോൾ വേറെ ആൾക്കാർക്ക് ചായ അടിച്ചു കൊടുക്കും. ഒരു ദിവസം കണ്ണുനീരോടെ തകർന്ന ഹൃദയത്തോടെ ദീപു ചെന്ന് ചോദിച്ചു, ചേട്ടാ എന്താ എനിക്ക് ചായ തരാത്തത്? നിനക്ക് ഞാൻ പണ്ട് ചായ തന്നതിൻ്റെ ക്ഷീണം ഇതുവരെ എനിക്ക് തീർന്നില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത്ര നല്ല എണ്ണമുള്ളവനാണ് നീ. പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ള ചിലരില്ലേ, നമുക്കറിയത്തില്ലേ? നമ്മുടെ കുടുംബത്തിലെ, നമ്മളിൽ തന്നെ നമ്മുടെയൊക്കെ ചരിത്രങ്ങൾ അങ്ങനെയല്ലേ? പ്രൈസ് ലോർഡ്. പക്ഷെ ആ ദീപുവിന്റെ ചരിത്രം മാറി. ഒരു ദിവസം പഴഞ്ചൊല്ലായിരുന്ന അപ്പന് കണ്ടുകൂടാ, അമ്മയ്ക്ക് കണ്ടുകൂടാ, ചായക്കടക്കാരന് കണ്ടുകൂടാ.
പ്രൈസിലെ പച്ചക്കറി വിൽക്കാൻ ചെന്നപ്പോൾ ഒറ്റയടിക്ക് വരുത്താൻ അവൻ്റെ പല്ലും പോക്കി. അപ്പൊ അടുത്തിരുന്ന് വിൽക്കുന്നവനും അവനെ കണ്ടുകൂടാ. പ്രൈസലോട് ചുമ്മാ ദേഷ്യം വന്ന് ഇടിച്ചങ്ങ് പല്ലം കളഞ്ഞേ. പ്രൈസലോട് അവരൊരു സ്മാരകം പോലെ പല്ലിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശാപം പിടിച്ചവന്റെ പല്ല്. പ്രൈസലോട് ഹല്ലേലൂയ. പക്ഷേ ഒരു ദിവസം ഒരു ഗ്രൗണ്ടിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന 2 അഭിഷിക്തന്മാരെ അവർ കണ്ടു. മരിക്കാൻ വേണ്ടി പോയവൻ ഗ്രൗണ്ടിനകത്ത് കയറി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, കർത്താവേ, എനിക്കിനി ജീവിക്കേണ്ട, മരിച്ചാൽ മതി, എന്നെ ഒന്ന് കൊന്നു തരണമേ. അലറി വിളിച്ചവന്റെ അകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങി. ശപിക്കപ്പെട്ട മുള്ളായി മറ്റുള്ളവർക്ക് ഒരു മുള്ളു പോലെ ഇരുന്നവന്റെ മേൽ ദൈവത്തിന്റെ തീ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ മുള്ളുകളെ കുടഞ്ഞു കളഞ്ഞിട്ട് ആത്മശക്തിയോടെ അവന്റെ വീട്ടിൽ കടന്നുപോയി. തന്റെ അപ്പനും അമ്മയൊക്കെ അവൻ അടിച്ചിറക്കി. അന്ന് വരെ ശാപം പിടിച്ചവനായിരുന്നു. എന്നാൽ ഇന്ന് യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചത് കൊണ്ട് അപ്പനും അമ്മയും വരെ അടിച്ചിറക്കിയവൻ നേരെ ഹല്ലേലൂയ സ്തോത്രം ഇറങ്ങിച്ചെന്ന് അവന്റെ അപ്പൻ അവന് കൊടുത്ത 6-7 സെന്റ് സ്ഥലം മാത്രമുണ്ട്. അതും കൊണ്ട് ചെന്നപ്പോൾ പെട്ടെന്ന് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറിയവന്റെ ചരിത്രം മാറ്റുവാൻ എന്റെ ദൈവം അവന്റെ 6 സെന്റ് സ്ഥലം ആരും വാങ്ങിക്കാത്ത ഒരു പാറക്കൂട്ടം അപ്പൻ കൊടുത്തപ്പോൾ അതിന് ചുറ്റും ഇന്റർനാഷണൽ ഏതോ കമ്പനിക്കാർ വന്ന് സ്ഥലം എടുത്തിട്ട് ഏറ്റവും ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത വില കൊടുത്ത് ആ അനുഗ്രഹിക്കപ്പെട്ടവന്റെ സ്ഥലം അവർ വാങ്ങിച്ചു. പിന്നെ അറിയുന്നത് ദീപു എറണാകുളത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. അവൻ ചെല്ലുമ്പോൾ തന്നെ ചായക്കടക്കാരൻ നേരത്തെ അത് ചായയല്ല വെള്ള പാലടിച്ചു വയ്ക്കും. ഹല്ലേലൂയ. കാരണം അവന്റെ ചരിത്രം ഒരു നിമിഷം കൊണ്ട് മാറി. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ പഴഞ്ചൊല്ല് പോലെ നിന്നെ കളിയാക്കി പുച്ഛിച്ച് പരിഹസിച്ച് ഭ്രഷ്ടന്മാരാക്കി മാറ്റി നിർത്തിയിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു ചരിത്രമാക്കി ദൈവം നിന്നെ മാറ്റാൻ പോവുകയാണ്. ദേശത്തിൽ, പട്ടണത്തിൽ, രാജ്യങ്ങളിൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഈ നെടുമങ്ങാടിന്റെ മണ്ണിലൂടെ ശാപം പിടിച്ചവനായി, തകർന്നവനായി, കണ്ടകശനി പിടിച്ചവനായി, ആർക്കും വേണ്ടാത്തവനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന എന്റെ ചരിത്രത്തെ പരിശുദ്ധാത്മാവ് മാറ്റി നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതെങ്കിൽ ഒരു പഴഞ്ചൊല്ലായിരുന്ന എന്റെ ലൈഫിനെ എന്റെ ദൈവം ചേഞ്ച് ചെയ്തത് പോലെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ചന്തമുക്ക് ജംഗ്ഷനില് ഓട്ടോറിക്ഷ ഇട്ട് ഓടി ജീവിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരനായി നടക്കാൻ വേണ്ടി ഡ്രൈവിംഗ് എല്ലാം പഠിച്ച് ഓട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി ഇരുന്ന ഞാൻ ഇന്ന് ആ ചന്തമുക്ക് അന്നത്തെ എൻ്റെ കൂട്ടുകാരന്മാർ നടുവിലൂടെ ജാഗ്വാറിലാണ് വന്നു അങ്ങോട്ട്. ഹല്ലേലൂയ. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി, ഒരു സാധാരണ ടാക്സി ഡ്രൈവറായി ഒടുങ്ങിപ്പോകേണ്ട ശ്രീജുവിന്റെ ലൈഫിനെ പഴഞ്ചൊല്ലായി മാറ്റി. എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ പഠിച്ച് മിടുക്കന്മാരായി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായി ഉന്നതങ്ങളിലെത്തിയപ്പോൾ വിദ്യാലയത്തിൽ പോലും അപമാനവും നിന്നയും പരിഹാസവും മാത്രം ഉണ്ടായിരുന്ന എൻ്റെ ജീവിതത്തെ വെറും സീറോയായിരുന്ന എൻ്റെ ലൈഫിൽ ക്രിസ്തു എന്ന ഹീറോ വന്നപ്പോൾ എൻ്റെ ചരിത്രത്തെ പരിശുദ്ധാത്മാവ് മാറ്റിയെങ്കിൽ എന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം. ഹാലേൽ നസ്രയത്തിൽ നിന്ന് ഒരു വല്ല നന്മ ഉണ്ടാകുമോ എന്ന് ഹാലേൽ നദനയേല് ഫിലിപ്പോസിനോട് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് പ്രകാരം പറഞ്ഞു, വന്ന് കാണുവേൻ, വന്ന് കാണുക, നിന്റെ ചരിത്രം മാറ്റാൻ ഒരുവൻ അവിടെ നിൽക്കുന്നുണ്ട്. നിന്റെ അപ്പന്റെ പേര് പറയാൻ അറിയുന്നവൻ, നീ ഇരുന്ന വൃക്ഷത്തിന്റെ പേര് പറയാൻ അറിയുന്നവൻ, നിന്റെ ചിന്തകളെ അറിയുന്നവൻ, നിന്റെ പഴയ ഹിസ്റ്ററിയെ ചേഞ്ച് ചെയ്യുന്നവൻ ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്. വന്ന് കാണുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നീ ബൈബിൾ എടുത്ത് ചരിത്രം മാറാനാണ്, ശപിക്കപ്പെടാനല്ല. നീ ബൈബിൾ നോക്കി ഇറങ്ങിയിരിക്കുന്നത് ശപിക്കപ്പെട്ട് ഒടുങ്ങിപ്പോകാനല്ല, വഴിയിൽ വെച്ച് റാഹേലിനെ പോലെ മരിക്കാനല്ല, നീ ശാപം ഇരന്നു വാങ്ങാനല്ല. ഇന്ന് പകൽ നാളെ ഒരു പഴഞ്ചൊല്ലായി മാറേണ്ടതിന്റെ ഒരു ചരിത്രമായി മാറ്റാൻ യേശു ക്രിസ്തു ജനിച്ചത് ഹല്ലേലൂയ തകർന്ന ഒരു സ്ഥലത്ത്. യേശു ജനിച്ചപ്പോൾ സ്ഥലത്തിന്റെ ലെവൽ മാറി. യേശു ക്രിസ്തു വളർന്നത് നസ്രയത്തിൽ. വളർന്ന ക്രിസ്തു വളർന്നത് കൊണ്ട് നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടു. ഹല്ലേലൂയ. നോക്കണം, 2 സ്ഥലത്തിന്റെ ചരിത്രം മാറി. ഒന്ന് ബത്ലഹേം, ഹല്ലേലൂയ, ഇസ്രായേലിലെ കൊച്ചു പട്ടണം. പക്ഷെ അതൊന്ന് ലോകം അറിയപ്പെടുന്നതായി മാറി. അത് ജനിച്ചത് കൊണ്ട്. പക്ഷെ വളരാൻ നീ ഒന്ന് അനുവദിച്ചു കൊടുക്ക. പലരുടെയും ലൈഫിൽ യേശു ജനിച്ചിട്ടതേ ഉള്ളൂ. 10-25 വർഷമായിട്ടും മന്ദബുദ്ധിയെ പോലെ ആയിരിക്കുക.
ഒരു ചലനവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. വളരാൻ, കർത്താവിനെ വളരാൻ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെട്ട നിന്റെ അകത്ത് ക്രിസ്തു ഉണ്ട്. പക്ഷെ അത് ഇന്നും ശിശുവായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നിന്റെ പഴഞ്ചൊല്ല് അതുപോലെ തന്നെ കിടക്കും. പക്ഷേ നസ്രയത്തിൽ വളരാൻ കർത്താവിനെ അനുവദിച്ചു. ഹല്ലേലൂയ. ആ നസ്രയത്തിന്റെ പഴഞ്ചൊല്ല് മാറി. നിന്റെ ഉള്ളിൽ വന്ന ക്രിസ്തുവിനെ വളരാൻ എത്ര പേര് അനുവദിക്കും? ആത്മാവിലും നിറഞ്ഞവനായി സ്തുതിഗീതങ്ങളോടെ, സ്തോത്രഗീതങ്ങളോടെ, ദൈവത്തിനെ ആത്മനിറവിൽ ആരാധിച്ചും വചനം വായിച്ചും പദ്യോപദേശങ്ങൾ സ്വീകരിച്ചും അഭിഷിക്തന്മാരുടെ കൈവപ്പും വിശുദ്ധന്മാരുടെ ഓഹരി പ്രാപിച്ചും ഓരോ നാളും ആലയത്തിനകത്ത് വന്നിരുന്ന് കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം ഇതെനിക്കുള്ള ദൂതാണെന്ന് ഏറ്റുപറഞ്ഞ് ആവേശത്തോടെ അകത്തെ മനുഷ്യനെ കെടുത്തിക്കളയാതെ, കരിക്കട്ടയാക്കാതെ, ചാമ്പലാക്കി കളയാതെ നീ വളരാൻ താല്പര്യമുള്ളവരായിരുന്നാൽ നിന്റെ അകത്ത് ക്രിസ്തു വളരും. ക്രിസ്തു നിന്റെ അകത്ത് വളർന്നാൽ നിന്റെ പേര് നീ ഒരു പഴഞ്ചൊല്ലായി, നീ എവിടെ പോയാലും ഗുണം പിടിക്കാത്തവൻ, നന്നാകാത്തവൻ, രക്ഷപ്പെടാത്തവൻ എന്ന് പറയുന്നവരുടെ മുമ്പിൽ എന്റെ ദൈവം നിന്നെ ഒരു ചരിത്രമാക്കി മാറ്റാൻ. അടുത്തൊരു കാര്യം കൊണ്ട് പറയും, കർത്താവ് എന്നെ വളരാൻ അനുവദിക്കുക. യേശു കർത്താവിനെ വളരാൻ അനുവദിക്കുക. നീ ബന്ധിച്ച് ചങ്ങലക്കിടരുത്. കർത്താവെ, തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് അകത്തിരിക്കാതെ കർത്താവിന്റെ ഇഷ്ടപ്രകാരം നടക്കാം. യേശു എങ്ങനെ വളരുന്നത്? ജഡത്തിൽ നടക്കുന്നവന്റെ അകത്ത് കർത്താവ് വളരത്തില്ല. നീ ആത്മാവിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴാ യേശു നിന്നെ വളരുന്നത്. നീ ജഡീകനാണെങ്കിൽ ക്രിസ്തു അവിടെ തന്നെ കിടക്കും, അവിടെ കാണും. പക്ഷേ വളരത്തില്ല, നിന്റെ ജീവിതവും വളരത്തില്ല. നീയും സ്റ്റക്കായി, ഹല്ലേലൂയ, കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ നിന്റെ ലൈഫായി. അതിനകത്ത് കൊതുകുകളെല്ലാം മുട്ടയിടും. എന്നാൽ ഇന്ന് പകല് അത് ഒഴുകാൻ തക്കവണ്ണം ആത്മാവിൽ നടക്കാൻ നീ തുടങ്ങുമ്പോൾ, യേശു നിന്നെ വളരാൻ തുടങ്ങുമ്പോൾ നിന്റെ പേര് പ്രസിദ്ധമാകും. നീ പട്ടണങ്ങൾ അറിയുന്നവനായി, ദേശം അറിയുന്നവനായി, രാജ്യങ്ങൾ അറിയുന്നവനായി മാറും. ഇന്ന് പകല് നിന്റെ ശാപം അഴിയാൻ പോവുകയാണ്. യേശു ക്രിസ്തു നസ്രയൻ എന്ന് വിളിക്കപ്പെട്ടതുപോലെ നിന്റെ ഉള്ളിൽ ആ പഴഞ്ചൊല്ലുകളെ മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ കർത്താവിന് വളരാൻ അനുവദിക്കാൻ പോവുകയാണ്. ഈ 2023 മാർച്ച് മാസം തീർന്ന് ഏപ്രിൽ ഫൈനാൻഷ്യൽ ഇയർ തീർന്നത് അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ നീ ആകരുത്. കൊതുക് മുട്ടയിട്ട് വളർത്തി അതിനുള്ള ഒരു സ്ഥലമായി നീ മാറരുത്. ഹല്ലേലൂയ. കൃമികൾ വന്ന് കൂടുന്ന സ്ഥലമായി നീ മാറരുത്. ഹല്ലേലൂയ. നീ നാറ്റം പിടിച്ച ഒരു അനുഭവത്തിലോട്ട് നീ സ്വയം ചെന്ന് ചാടരുത്. അതിന് പകരം ഇന്ന് ഒരു പുതിയ മാസത്തിനകത്തോട്ട് നീ കയറുമ്പോൾ നിന്റെ ഉള്ളിൽ നീ തീരുമാനമെടുക്കണം. ഞാൻ ആത്മാവിൽ നടക്കാൻ പോവുകയാണ്. ഞാൻ ജഡത്തിലല്ല സംസാരിക്കാൻ ചിന്തിക്കാൻ പോകുന്നത്. വൈരാഗ്യവും ഭാഗയും വിരോധവും പിറവിറപ്പും എല്ലാം വിട്ടുമാറിയിട്ട് എന്റെ ജഡത്തിൻ്റെതായ എല്ലാ സ്വഭാവങ്ങളും മാറിപ്പോയിട്ട് ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? നീ കേൾക്കപ്പെടുന്ന വചനത്തിലല്ല, നീ ആക്ഷൻ വേണം, അതിനൊരു പ്രവൃത്തി വേണം. ചിലര് വചനം വായിക്കുമ്പോഴും ബൈബിള് വായിക്കുമ്പോഴും അന്യഭാഷ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കും വലിയ ആത്മീയ സംഭവത്തിലിരിക്കുകയാണ്. അതാകാനല്ല, അവരിയ്ക്കുന്നേ ഉള്ളൂ, പിറുപിറുക്കുന്നേ ഉള്ളൂ, ചുണ്ടുകൾ അനങ്ങുന്നേ ഉള്ളൂ, കരയുന്നേ ഉള്ളൂ. പക്ഷെ മാനസാന്തരം അകത്തില്ല. പത്രോസിനെ പോലെയാണ്, ഇരിക്കുന്നു, ആക്ഷൻ കാണിക്കുക, പലതും കാണിക്കുന്നു. പക്ഷെ ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിന്റെ ലൈഫെങ്കിൽ ഒരു ഗ്യാരണ്ടി നിന്നെ കുറിച്ച് പറയാനില്ല. പക്ഷെ അകത്തെ മനുഷ്യന് നിഷ്കളങ്ക ഹൃദയത്തോടെ പ്രാവിനെ പോലെ നിന്റെ ഹൃദയത്തെ, നിന്റെ കണ്ണുകൾ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട്, അഭിഷേകം കൊണ്ട്, കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്നത്തിനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, പരിശുദ്ധാത്മാവേ, എന്റെ പാപങ്ങളെ, കുറവുകളെ ക്ഷമിക്കണമേ, എന്റെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ, എന്നെ തന്നെ ഞാൻ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാണ്. അങ്ങനിൽ വളരാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ നീ നടക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നീ അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇരിക്കുമ്പോൾ നിന്റെ അടുത്ത് ആരെങ്കിലും വന്ന് നുണയും കൊണ്ട് വന്നാൽ അവരെ ഒറ്റ യേശുവിനത് വിട്ടുപോ സാത്താനെ എന്ന് പറയാൻ നിനക്ക് അധികാരം ഉണ്ടാകും. നീ ജഡത്തിൽ നിന്ന് ഭൂതവും പിശാചും പിടിച്ചവരാണെങ്കിൽ നിന്റെ അടുത്ത് വന്നിരുന്ന് നുണ പറയാൻ വരുമ്പോൾ കാത് അവരെ വായിക്കകത്തോട്ട് വെച്ചു കൊടുക്കും. പറ ഒന്ന് നിറയട്ടെ, കേക്കട്ടെ എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല് ആത്മാവിൽ നടക്കുന്നവര് പ്രൈസ് ദി ലോർഡ് കാതുകൊണ്ടൊന്ന് നുണ കേൾക്കാൻ വേണ്ടി വായിക്കകത്ത് വെച്ചു കൊടുക്കത്തില്ല.
ഹല്ലേലൂയ. അതിന് പകരം നിന്നെ കാണുമ്പോൾ അവര് പറയും, ഹല്ലേലൂയ, ഈ വ്യക്തിയോട് പരദൂഷണം പറയുന്ന പരിപാടി നടക്കത്തില്ല. ഈ വ്യക്തി ആത്മാവിൽ നടക്കുന്നവനാ. ആത്മീക കാര്യങ്ങളെ ഇവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എപ്പോഴും പിശാചിന്റെ മക്കൾക്ക് പിശാചിന്റെ മക്കളെ കാണുമ്പോൾ അറിയാം. ഒരു കള്ളനെ കണ്ടാൽ അറിയാം. പോക്കറ്റ് അടിക്കാരന്മാർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് കാണുമ്പോൾ സിഗ്നൽ അങ്ങോട്ട് ഒരുമിച്ച് അടിച്ച്, നീ ഫ്രണ്ടിൽ കൂടെ കയറും, ഞാൻ ബാക്കിൽ കൂടെ കയറാം. പ്രൈസ് ദി ലോർഡ്. നീ ഫ്രണ്ട് വഴി ഇറങ്ങി വരുമ്പോൾ ഞാനും ബാക്ക് വഴി ഇറങ്ങി, നമുക്ക് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. പോക്കറ്റ് അടിക്കാരാ. പ്രൈസ് ദി ലോർഡ്. കള്ളവും കപടവും വഞ്ചനയും ചതിയും പുളവും നുണയും പരദോഷവും പറയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു സിഗ്നൽ ചെയ്തിട്ടും പ്രൈസ് ദി ലോർഡ്. അവർക്കും ഉണ്ട് സിഗ്നൽ. പക്ഷേ അതേസമയം മറുഭാഗത്ത് ആത്മാവിൽ നടക്കുന്നവർ തമ്മിൽ കാണുമ്പോൾ ഒരു സിഗ്നൽ അടിക്കും. അവർക്ക് പെട്ടെന്ന് സ്തോത്രം പറയാൻ, കൈ കൊടുക്കാൻ, ഹല്ലേലൂയ, തൂത് പറയാൻ, അഭിഷേകത്തിൽ നിറഞ്ഞ ദൈവത്തിന്റെ ദാസനെ, എന്തോ നിങ്ങളെ കാണുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ സന്തോഷമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് കഴിഞ്ഞ ദിവസം എന്റെ ലൈഫിൽ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് നിന്ന് ആ സിഗ്നൽ പുറപ്പെടുന്നുണ്ടോ? നിന്റെ അകത്ത് ആ ക്രിസ്തു ജനിച്ചിട്ടുണ്ടെങ്കിൽ, ആ കർത്താവ് നിന്നിൽ വളരുകയാണെങ്കിൽ, വളർച്ചയുള്ളവർ തമ്മിൽ കാണുമ്പോൾ ഒരു ഭയങ്കര ഗ്ലോറി അവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ നടക്ക, ആത്മാവിൽ വളരാൻ ശ്രമിക്കുക. ഈ 2023 ഏപ്രിൽ മാസത്തിനകത്ത് കയറുമ്പോൾ നിന്റെ ചരിത്രം പരിശുദ്ധാത്മ മാറ്റാൻ പോവുകയാണ്. നിന്റെ ചരിത്രം പരിശുദ്ധാത്മ മാറ്റാൻ പോവുകയാണ്. ആത്മാവിൽ വളരണം. യേശുവിനെ വളരാൻ നീ വിടണം. ഓ കർത്താവിൽ നീ വളരണം. കേൾക്കപ്പെടുന്ന വചനം നിന്റെ അകത്ത് 100 മേനിയായി അത് വളരണം. നീ പാറമേൽ വീണ വിത്താകരുത്. പറവകളത് കൊത്തിക്കൊണ്ടുപോകരുത്. സൂര്യന്റെ ചൂടടിച്ച് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന വചനം അത് വാടിപ്പോകരുത്. നീ അനുവദിക്കരുത് കേട്ടോ. അടുത്ത് പറ, അനുവദിക്കരുത്. പിശാചിനെ വാടിപ്പോകാൻ അനുവദിക്കരുത്. നിന്റെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്ന എന്ത് വന്നാലും എന്റെ മകൻ തന്നെ വെട്ടിക്കളഞ്ഞിട്ട് അഭിഷേകത്തിൽ നീ കയറിക്കൊള്ളണം. പ്രാർത്ഥനയ്ക്കകത്ത് നീ കയറിക്കൊള്ളണം. വചനം വായിച്ച് പഠിച്ച് ധ്യാനിച്ച് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ ആയവാൻ ഇന്ന് മകനൊരു വളർച്ചയ്ക്ക് വേണ്ടി ആത്മാവിലൊരു വളർച്ച. ആത്മാവിൽ വളരുന്നവൻ, ജഡത്തിൽ നടക്കുന്നവൻ ദൈവം പ്രസാദിക്കുന്നില്ല. ആത്മാവിൽ ജീവിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കാനിടയാകും. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ അങ്ങനെ നിങ്ങളുടെ ചരിത്രം മാറട്ടെ.